ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദിനേന എന്നോണം വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ നമ്മൾ വെബിനാറുകൾ സംഘടിപ്പിച്ചു വരുന്നു. സൈക്കോളജി, സൈക്കോതെറാപ്പി മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരുപാട് അപ്ഡേഷൻസ് ആവശ്യമാണ് അല്ലെ. സോ അത്തരത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള തെറാപ്പി സെഷനുകളായും നോളജായും ഷെയർ ചെയ്യുന്ന ഒരു നോളജ് ഹബ്ബ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഈ ഒരു ഫ്രീ വെബിനാർ എന്ന ആശയം മുന്നോട്ട് വെച്ച് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇതിലൂടെ ലഭിക്കുന്ന അറിവുകൾ നിങ്ങളുടെ ലൈഫിലും അതുപോലെ നിങ്ങളുടെ കരിയറിലും ഒരുപാട് ഉപകാരപ്രദമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സോ അത്തരത്തിൽ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് CBT ഫോർ സ്ക്രീസോഫ്രീനിയ എന്നുള്ളതാണ്. നമുക്കറിയാം, സ്കൈസോഫ്രീനിയ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു മെഡിസിൻ എടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണെന്നറിയാം, മെഡിസിൻ എടുക്കുന്നതാണ്. സോ എങ്കിലും പലപ്പോഴും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ചിന്തകളിലൊന്നും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാറില്ല. അവിടെയാണ് CBTയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ CBT ഫോർ സ്കൈസോഫ്രീനിയ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് നിസാർ സാറാണ്. സാർ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. വിൻബിൾ അക്കാദമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു കോഴ്സായ CBT വർക്ക്ഷോപ്പ് നിങ്ങൾ പലരും ഇതിലൂടെ ആയിരിക്കാം വിൻബിളിൽ എത്തിയിട്ടുണ്ടാവാം. സാറിന്റെ ഒരുപാട് സ്റ്റുഡൻസിനൊക്കെ ഇവിടെ കാണുന്നുണ്ട്, ഒരുപാട് സന്തോഷം. സോ CBT വർക്ക്ഷോപ്പ്, അതുപോലെ CBT കൂടാതെ തന്നെ DBT, BMT, അതുപോലെ സ്റ്റുഡൻസ് കൗൺസിലിംഗ്, അതുപോലെ CBT ഫോർ ചിൽഡ്രൻ സാറിന്റെ നമ്മൾ 5th ബാച്ച് November 10 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പി സെഷനുകളും വർക്ക്ഷോപ്പുകളും സാർ നടത്തി വരുന്നുണ്ട്. വീക്കിലി ഇതുപോലെയുള്ള ഒരുപാട് അറിവുകൾ നമ്മളിലേക്ക് ഫ്രീ വെബിനാർ വഴിയും സാർ നൽകുന്നുണ്ട്. അപ്പോൾ സാർ ഒരു കാലിക്കറ്റ് സ്വദേശിയാണ്, ഇപ്പോൾ UAE വർക്ക് ചെയ്യുന്നത്. സാർ നിങ്ങളോട് ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് അബുദാബിയിൽ നിന്നാണ്. സോ ഈ സാറിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നറിയാം. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും നമ്മുടെ ഈ വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ വളരെ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ഏറെ സന്തോഷത്തോടെ നിസാർ സാറിനെ വെൽക്കം ചെയ്യുന്നു. സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. Okay, thank you, Rahmat. Okay, good evening, all. ഗുഡ് ഈവനിങ് സാർ. നമ്മളൊന്നും കണ്ടുമുട്ടിയില്ലേ? അതെ അതെ. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? നമുക്കിന്ന് ക്ലാസ് ഡയറക്റ്റ് നേരെ പോകാം. കുറച്ച് കൂടുതൽ CBT ആകുമ്പോൾ കുറച്ച് കൂടുതൽ പറയാനുള്ളത് കൊണ്ട് PPT കുറച്ച് ലെങ്ത് കൂടുതലാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് തന്നെ തുടങ്ങാം. അപ്പോൾ CBT നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറേ ആളുകൾ പഠിച്ചിട്ടുള്ളവരാണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഈ ഒരു തെറാപ്പിയിലൂടെ നമുക്കിങ്ങനെയാണ് ഷിസോഫ്രീനിയ പോലുള്ള അസുഖങ്ങൾ എങ്ങനെ മാറ്റാം എന്നുള്ളത്. കാരണം ഒരു ഷിസോഫ്രീനിയ നമുക്കിതിനു മുമ്പ് ഞാനൊരു സെഷൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നതും അത് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു ഷിസോഫ്രീനിയ എന്ന് പറയുമ്പോൾ ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു സിവിയർ ആയിട്ടുള്ള ഒരു മെൻ്റൽ ഡിസോർഡർ തന്നെയാണ്. അപ്പോൾ ഇത് ഒരുപാട് കാലമായിട്ട് ഒരാൾക്ക് ദീർഘകാലം അല്ലെങ്കിൽ ഗൗരവമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പ്രധാനമായിട്ടും അവരുടെ ചിന്തകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ ചിന്തകൾ കാരണം ഇമോഷൻസിനെ ബാധിക്കും. ഇമോഷൻസ് കാരണം ബിഹേവിയറിനെ പല രൂപത്തിലായിട്ട് ബാധിക്കുന്ന ഒരു ഏരിയയാണ് ഷിസോഫ്രീനിയ എന്ന് പറയുന്നത്. കാരണം ഷിസോഫ്രീനിയ പ്രധാനമായിട്ടും അവർക്ക് തോന്നുന്ന പ്രധാന സിംറ്റംസ് എന്ന് പറയുന്നത് റിയാലിറ്റി നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതായത് സ്വന്തം ഒരു യാഥാർത്ഥ്യ ബോധം അവർക്ക് ഉണ്ടാവില്ല. എൻ്റെ ചുറ്റുപാടുകളിൽ എന്താണ് നടക്കുന്നത്, എൻ്റെ മനസ്സിൽ എന്ത് ചിന്തകളാണ് വരുന്നത്, അതേപോലെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്, എൻ്റെ ഫാമിലി ചുറ്റുപാട് ആളുകൾ എന്നോട് ഏത് രീതിയിലാണ് പെരുമാറുന്നത്, എൻ്റെ സൊസൈറ്റി ഏത് രീതിയിലാണ് എന്നെ കാണുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇൻഡിവിജ്വലായിട്ട് കുറേ പ്രയാസങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ അതൊക്കെ ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലെ ഒരവസ്ഥയാണ് ഷിസോഫ്രീനിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ
പിന്നെ ആദ്യം നമ്മൾ ഈ പറയുന്ന പ്രധാനമായി അവരുടെ ചിന്തകൾ തന്നെയാണ് ആദ്യം ബാധിക്കുക. ഷിസോഫ്രീനിയ വന്നുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ചെറുപ്രായത്തിലൊക്കെ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഏകദേശം സ്റ്റാർട്ടിങ് ഒരു 14-15 വയസ്സുള്ള ആ സമയത്തായിരിക്കും തുടങ്ങുക വന്നിട്ടുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് വന്ന സമയത്ത് പ്രധാനമായിട്ട് ചിന്തകളെയായി ബാധിക്കുന്നത്. കാരണം അവരുടെ ചിന്തകൾ തോന്നണം അസംബന്ധമായിട്ടുള്ള ചിന്തകൾ നമുക്ക് പറയാറില്ലേ, ആ രീതിയിലായിരിക്കും. അതേപോലെ ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ ചിന്ത എന്നെ ആരോ പിന്തുടരുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ ആരോ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത്, അത് ഉറപ്പിച്ച മാതിരി ആയിരിക്കും അവരെ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാവുക. പിന്നെ അതേപോലെ അവർക്ക് ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ജനറ്റിക്കലി ആയിട്ടും പിന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രയാസങ്ങൾ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഫാമിലിയിൽ ഏതെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പിന്നീട് ഈ വരുന്നിട്ടുള്ള ആ കുട്ടികൾക്കോ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ആർക്കൊക്കെ കണ്ടു വളർന്നിട്ടുള്ള പരിചയമുള്ള ആൾക്കൊക്കെ വരാനുള്ള സാധ്യത. കാരണം ഇതൊരു ബയോളജിക്കലി ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. ഡയറക്റ്റ് ആയിട്ട് പിന്നെ ഒരു ബ്രെയിനെ ബാധിക്കുന്ന രീതിയിലാണ്. ബ്രെയിനെ ബാധിക്കുന്നവർ ഏറ്റവും നമുക്ക് സാധാരണ പറയാറ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഈ ഒരു ഡോപ്പമൈൻ അതേപോലെ സെറാട്ടോൺ, ഈ രണ്ട് ഹോർമോണുകളിലെ വ്യതിയാനങ്ങളായിരിക്കും. കാരണം ഹൈ ആയിട്ട് ആക്റ്റീവ് ഡെലൂഷൻസ് അതേപോലെ ഹലൂസിനേഷൻ, ഈ ഒരു രണ്ട് ഹോർമോണിൽ പ്രതിഭാസങ്ങൾ നടക്കും. കാരണം ഈ ഒരു പ്രതിഭാസങ്ങൾ നടക്കുന്ന സമയത്ത് അവർക്ക് ഈ രണ്ട് ഹോർമോണുകൾ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വരും. ഈ ഒരു സംഭവം നടക്കാത്ത സമയം അവർക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം മറ്റാരെ കൂടുതൽ ബാധിക്കുക, ബ്രെയിനിൽ കിടക്കുന്ന അമിഗ്ഡാല എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ മെയിനായിട്ട് ബ്രെയിനിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ആ ഫാക്ടേഴ്സിനെ പൂർണ്ണമായിട്ടും ബാധിക്കുമ്പോഴാണ് ഒരാൾക്ക് ഷിസോഫ്രീനിയമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഹലൂസിനേഷൻ ഡെലൂഷൻസ് ഒക്കെ ബാധിക്കുന്നത്. നമുക്കതൊക്കെ അതിലേക്ക് പോവാം. അപ്പോൾ പ്രധാനമായിട്ടും പിന്നെ ഈ ഒരു പിന്നെ ഡെലൂഷൻസ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഹലൂസിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ സാധാരണയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ഡെലൂഷൻസ് അപ്പോൾ നിങ്ങൾ പലതരത്തിൽ കേട്ടിട്ടുണ്ടാവും. ഏതൊക്കെ തരത്തിലുള്ള ഡെലൂഷൻസ് ആണ് നമ്മൾ സാധാരണ പറയാറുള്ളത്? ഒന്ന്, ഒരു ഡെലൂഷൻ എന്ന് പറയുന്നത് വിഷ്വൽസ് ആയിരിക്കും. വിഷ്വൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് എൻ്റെ കൺമുമ്പിൽ ആരൊക്കെ വരുന്നു അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലുള്ള കാഴ്ചകൾ അവർ കാണുന്നു എന്നുള്ളത്. പിന്നെ അതേപോലെ ഓഡിറ്ററി ഹലൂസിനേഷൻ ആണ്. ചിലപ്പോൾ മറ്റുള്ള ആൾക്കാരെ കേൾക്കാത്ത ശബ്ദങ്ങൾക്ക് ഞാൻ എന്തോ എൻ്റെ അടുത്ത് ആരോ ഒന്ന് സംസാരിക്കുന്നുണ്ട്. മുമ്പൊരു കേസിൽ വന്ന ഒരു കുട്ടി പറയാണ്, എൻ്റെ അടുത്ത് രാത്രി ആളെ കാണുന്നില്ല, രാത്രി വന്ന് എൻ്റെ അടുത്ത് കിടക്കുന്നിടത്ത് വന്നിട്ട് എന്നോട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്, നിന്നെ പരിചയമുള്ള ഒരാളാണ്, അതേപോലെ ഞാൻ നിന്നെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ ആ കുട്ടി പറയാം. ഇതേപോലെ ഈ ഒരു സംഭവം മറ്റാരും കേൾക്കാനോ കാണാനോ കഴിയണമെന്നില്ല. പിന്നെ അതേപോലെ മറ്റൊരു ഇതിൽ പോയിന്റാണ് പ്രധാനമായിട്ടും ഈ ഒരു ടാക്റ്റിക്കൽ ഹലൂസിനേഷൻ എന്ന് പറയുന്നത്. അവിടെ ഇവിടെ ചിലപ്പോൾ ആൾക്ക് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ആ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്തോ അല്ലെ നമ്മുടെ അടുത്ത് ആരും ഉണ്ടാവില്ല. അവർക്ക് സ്വയം തോന്നുകയാണ് എന്നെ ആരോ വന്ന് സ്പർശിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത്. അതാണ് ടാക്റ്റിക്കൽ ഈ ഒരു ഹലൂസിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒൾഫോമെട്രി എന്ന് പറയുന്നുണ്ട്. അത് സ്മെല്ല്, അവർക്ക് എന്തൊക്കെയോ സ്പെസിഫിക് ആയിട്ടുള്ള സ്മെല്ലുകൾ കിട്ടുക. ഇങ്ങനെ 4 തരത്തിലുള്ള ഹലൂസിനേഷനാണ് നമുക്ക് സാധാരണയായിട്ട് ഇങ്ങനത്തെ ഷിസോഫ്രീനിയയിൽ കാണാനുള്ളത്. അതേപോലെ ഡെലൂഷൻസും ഉണ്ട്, പല തരത്തിലുള്ള ഡെലൂഷൻസ്. ഒന്ന് പാരനോയിഡ് ഡെലൂഷൻസിനാണ്. അത് പെർസിപ്റ്ററി എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരിൽ അറിയപ്പെടും. അവർക്ക് സ്വയം തോന്നുകയാണ് ആരെങ്കിലും എന്നെ ദോഷം അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ വരുന്നു എന്നുള്ള സംശയത്തോടു കൂടി ആര് ചിലപ്പോൾ മുന്നിലൂടെ നടന്നു പോയാൽ പോലും അവർ ചിന്തിക്കുകയാണ് അവരെന്നെ കുറ്റം പറയുകയാണ്, അല്ലെങ്കിൽ അവരെന്നെ ഉപദ്രവിക്കാനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് പെർസ്യൂട്ടറി അല്ലെങ്കിൽ പാരനോയിഡ് ഡെലൂഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് റഫറൽ ഡെലൂഷൻസ്. റഫറൽ എന്ന് പറയുമ്പോൾ അവർക്ക് സ്വയം തോന്നുകയാണ് മറ്റുള്ള ആളുകൾ പിന്നെ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു 5-6 പേര് ഒരുമിച്ച് സംസാരിക്കുന്നു എന്ന് വിചാരിച്ചോളി. അപ്പം അയാൾ സ്വയം കരുതുകയാണ് അവർ സംസാരിക്കുക, അവരെന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അവരെന്തൊക്കെയോ എന്നെ മോശമായിട്ട് കാണുന്ന രീതിയിൽ. ആ ഒരു ചുറ്റുപാട് ആരെ കണ്ടാലും എന്നെ മോശമാണെന്ന് കരുതുന്ന ഒരു ഡെലൂഷൻസ്. ഇനി മറ്റത് അടുത്ത ഗ്രാൻഡിയോസ് ഡെലൂഷൻസ് എന്ന് പറയുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ തോന്നുകയാണ് ഒരു അത്ഭുതകരമായിട്ടുള്ള ചിന്തകൾ. ഞാൻ ദൈവത്തിൻ്റെ ദൂതനാണ്, അതേപോലെ ഞാൻ ദൈവവുമായിട്ട് ഏറ്റവും അടുത്തുള്ള ആളാണ്. ഇങ്ങനെ പല ഹൈപ്പായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവർ മറ്റുള്ള ആളുകൾ വിശ്വസിക്കാത്ത രീതിയിൽ. പിന്നെ അതേപോലെ മറ്റൊന്ന് എറാറ്റിക് ഡെലൂഷൻസ് സാധാരണക്കാരാണ്ട്. അവർ പറയാണ് ഞാൻ പ്രശസ്തനായിട്ടുള്ള ഒരാൾ പ്രണയത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു
ഞാൻ ഇന്നൊരു നടൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് വന്നതായിട്ട് അതൊക്കെ നടക്കും എന്നുള്ള കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ. പിന്നെ അതേപോലെ ഈ ഒരു നിഗലിറ്റിക് ഡെലൂഷൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട്. കാരണം അവർക്ക് തോന്നുകയാണ് ഈ ചുറ്റുപാട് ലോകമൊക്കെ നശിക്കാൻ പോവാണ്, ഇന്ന ദിവസം വരെ ഈ ഒരു ലോകമുള്ളൂ എന്നുള്ള മറ്റൊരു ചിന്താഗതി. പിന്നെ അതേപോലെ മറ്റൊരു ഡെലൂഷനാണ് റെലൂഷൻ ഓഫ് കൺട്രോൾ. അതായത് എൻ്റെ കൺട്രോൾ എനിക്ക് തന്നെ കിട്ടാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ ചിന്തയും ശരീരങ്ങളൊക്കെ മറ്റാരോ കൊണ്ടുപോയതാണ്. എൻ്റെ കൺട്രോൾ ഒന്നുമില്ല എന്നുള്ള ഒരു രീതി. പിന്നെ അവർക്ക് മറ്റൊന്നാണ് സൊമാറ്റിക് ഡെലൂഷൻസ്. സൊമാറ്റിക് ഡെലൂഷൻ എന്ന് പറയുന്നത് ശരീരത്തിലെ വേദനകളും ഒക്കെ ഈ പറഞ്ഞതുപോലെ എനിക്കൊന്നും അറിയാൻ പറ്റില്ല. എൻ്റെ വേദനകൾ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ അത് വന്നെങ്കിൽ പോലും ആ രോഗം വന്നു കഴിഞ്ഞാൽ പോലും എന്താണ് എനിക്ക് വലിയൊരു മാരക പിന്നെ അസുഖമായിട്ടാണ് അതിനെ കാണാൻ പറ്റുക. ചെറുതായിട്ടൊന്നും കാണാൻ പറ്റും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഒരു ഡെലൂഷൻസും ഹലൂഷൻസും നമുക്ക് ഹലൂസിനേഷനും സാധാരണയായിട്ട് കാണാൻ പറ്റും. കാരണം ഇങ്ങനത്തെ കേസുകൾ വന്നു കഴിഞ്ഞാൽ ഡീപ്പായിട്ട് ഓരോന്നും എടുത്ത് പറഞ്ഞത് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ കേസുകൾ വന്നു കഴിഞ്ഞാൽ ഏത് ഹലൂസിനേഷൻ ആണ്, ഏത് ഡെലൂഷൻസ് ആണ്, പല കേസും ഡിഫറൻ്റ് ആയിരിക്കും. പല ആളുകളും വളരെ രീതിയിൽ പിന്നെ വ്യത്യസ്ത രീതിയിലായിരിക്കും പറയുക. അപ്പോൾ ഏതാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് പോകാം. പിന്നെ നമുക്ക് ഷിസോഫ്രീനിയ ഉള്ള ആളുകൾക്ക് പ്രധാനമായിട്ടും തിരിച്ചറിയാൻ പറ്റുന്ന സിംറ്റംസുകൾ, അടയാളങ്ങൾ എന്താണ്? പിന്നെ അവർക്ക് സ്വയമായിട്ട് ചേഞ്ച് ഇൻ ദ തിങ്കിങ് ആൻഡ് പെർസെപ്ഷൻ എന്നുള്ളതാണ്. അവർക്ക് സ്വയമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള ചിന്താരീതികളായിരിക്കും. എപ്പോഴും എന്താണ് സംശയാത്മകമായിട്ടുള്ള രീതിയിലുള്ള ചിന്താഗതികൾ. എപ്പോഴും മറ്റുള്ള ആളിനെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ പോരുമ്പോൾ മോശമായിട്ടുള്ള എന്തും എന്നെ ഉപദ്രവിക്കാനുള്ള രീതി. പിന്നെ ഏതൊരു സിറ്റുവേഷനും എന്താണ് മിസ് മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് ഇവന്റ് എന്ന് പറയുമ്പോൾ അതിന് ഒരു വ്യത്യസ്ത രീതിയിലൊരു കാഴ്ചപ്പാട്. അവിടെ അത് തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ എനിക്ക് ഇന്ന മോശമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ആവശ്യമില്ലാതെ ശബ്ദങ്ങൾ കേട്ടു എന്ന് പറയുക. അതേപോലെ ഒരു റോഡിൽ കൂടെ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണെങ്കിൽ മുമ്പിലൊരു വാഹനങ്ങൾ പോലും വന്നിട്ടുണ്ടാവില്ല. എന്നിട്ട് അയാൾ ദൂരെ കാഴ്ചയിൽ പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് എന്നെ ഒരു വാഹനം ഇടിക്കാൻ വന്നു, അല്ലെങ്കിൽ എന്നെ എന്തോ ഒരാളെ അനാവശ്യമായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകളിലൂടെ അവർക്ക് എന്താണ് കാഴ്ചപ്പാടുകളും വ്യത്യാസങ്ങളും ഉണ്ടാവും. ഇനി ബിഹേവിയറിലാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ? ഒരു ഡിസോർഗനൈസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും. അവർക്ക് എപ്പോഴും എന്താണ് ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ചിലപ്പോൾ പഠനത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും എല്ലാത്തിനും വ്യത്യസ്തം. ആരും ചെയ്യുന്നത് പോലെയൊന്നുമല്ല ചെയ്യുക. ചിലപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല, അത് കുളിക്കില്ല, പല്ല് തേക്കില്ല, ഭക്ഷണം കറക്റ്റ് ആവില്ല, ഉറക്ക് കറക്റ്റ് ആവില്ല. പിന്നെ മറ്റുള്ള സോഷ്യൽ വിഡ്രോവലിൽ പതിയെ പതിയെ ആളുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുക. ഇങ്ങനെ പല സ്വഭാവങ്ങളും ബിഹേവിയർ അവർക്ക് കാണും. ഇനി ഇമോഷണൽ മൂഡ് ചേഞ്ചസ് ആണെങ്കിൽ അവർക്ക് പിന്നെ ഒരു നമ്മുടെ അവരെ ഫേസ് മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു എഫക്റ്റായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേങ്കിൽ അവരെ മുമ്പിൽ ചിലപ്പോൾ എന്തെങ്കിലും സങ്കടങ്ങൾ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ അവർ ഒരു ചിരിക്കുക, അല്ലെങ്കിൽ സന്തോഷം കാണിക്കുക, കൂടുതൽ ദുഃഖം കാണിക്കുക, അതൊന്നും അവർ ചില സമയത്ത് അവർക്ക് ഉണ്ടാവില്ല. ഒരു അപ്രോപ്രിയേറ്റ് ഓപ്പറേറ്റിംഗ് അഫക്റ്റ് എന്ന് പറയുന്നത് പോലെ ഒരു ഭാവവും കാണിക്കാത്ത രീതിയിൽ. പിന്നെ എപ്പോഴും ഒരു ആങ്സൈറ്റി, ഒരു ഇറിറ്റബിലിറ്റി, ഡിപ്രഷൻ മൂഡ് ആ സ്ഥിതിയിലേക്കൂടെ ആയിരിക്കും. ചിലപ്പോൾ ഒരാൾ വീട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്, ചിലപ്പോൾ ആ ഇരിപ്പ് തന്നെ വൈകുന്നേരം വരെ ഇരിക്കാനുള്ള കാര്യം. പിന്നെ അവരുടെ ലൈഫിൽ എപ്പോഴും ഫിയർഫുൾ ആയിരിക്കും. കാരണം എപ്പോഴും ഒരു പേടിയോട് കൂടിയുള്ള ജീവിതമായിരിക്കും അവർ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി കോഗ്നിറ്റീവ് ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ്, ചിന്താഗതിയും ഡെയിലി ഫങ്ഷൻസുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിലും അവർക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മാത്രം, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനൊക്കെ ഒരു മോശമായിട്ട് കാണുന്ന രീതി. പിന്നെ ആളുകളോടൊന്നും എന്താണ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്ത ചില പ്രയാസങ്ങൾ, ഒന്നും ഓപ്പൺ ആയിട്ട് പറയില്ല. അതേപോലെ മെമ്മറി ലോസ് ഉണ്ടാവും. അതേപോലെ പുതിയ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. ഇനി പുസ്തകങ്ങൾ എടുത്തു വെച്ചാൽ കുട്ടികൾക്കുണ്ടാവുന്ന പ്രധാന പ്രശ്നം, ആ പുസ്തകം ഒന്നോ രണ്ടോ പേജ് മറയ്ക്കും, എന്നിട്ട് അടുത്ത പുസ്തകങ്ങൾ എടുക്കും. ഇങ്ങനെ മാറി മാറി എല്ലാ സബ്ജക്റ്റിലേക്ക്, കാരണം എവിടെയും ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തത് കൊണ്ട് ചിന്തയിലും അവരുടെ ഡെയിലി ലൈഫിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അവർക്ക് മറ്റൊരു ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ പോസിബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചില മറ്റ് സിംറ്റംസുകൾ എന്ന് പറയുന്നത് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ്.
ചില സമയത്ത് അവർക്ക് തീരെ ഉറക്കം കിട്ടാത്ത പ്രയാസ സമയം ഉണ്ടാവും. ചില സമയത്ത് എന്താണ് ഭയങ്കരമായിട്ട് കിടന്നുറങ്ങുന്നത്. കാരണം ഒരു 3-4 ദിവസം ഒന്നും ഉറങ്ങാത്ത ഒരാളെ പോലത്തെ ആയിരിക്കും അവരെ ഉറക്ക് കണ്ടാൽ നമുക്ക് തോന്നുന്നത്. പിന്നെ അവർക്ക് തന്നെ ഒന്നും ചെയ്യാനുള്ള ഒരു താല്പര്യക്കുറവ്, ഡിപ്രഷൻ ഉള്ളത് പോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഒന്നും താല്പര്യം ഇല്ലാത്ത രീതിയിൽ, അതേപോലെ ഡെയിലി ഫംഗ്ഷനിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു. സ്കൂൾ ലൈഫ് അതേപോലെ സോഷ്യൽ ലൈഫിലൊക്കെ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകും. ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു സിംറ്റംസുകൾ എന്ന് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടിച്ചു വിട്ടത്, നമുക്കൊരു മുമ്പൊരു ഫ്രീ സെഷൻ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഷിസോഫ്രീനിയ, എന്താണ് ഇതിനെ പൂർണ്ണമായിട്ട് സിംറ്റംസുകൾ, അത് ജനറ്റിക്കലി ആയിട്ടും ബയോളജിക്കലി ആയിട്ടും ഒക്കെ എങ്ങനെയാണ് ഒരാളെ ബാധിക്കുന്നത് വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. നമുക്ക് കറക്റ്റായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുമ്പോൾ, തെറാപ്പി കൊണ്ട് ആദ്യം നമുക്കൊരു ചിന്തകൾ നമ്മൾ മാറ്റേണ്ടത്, ഈ ഒരു തെറാപ്പി കൊണ്ട് മാത്രം നമുക്ക് ഷിസോഫ്രീനിയ ശരിയാക്കാൻ പറ്റില്ല. അതേപോലെ മരുന്നിൻ്റെ ഈ ഒരു മെഡിറ്റേഷൻ നിർബന്ധമായിട്ട് വേണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ അവർക്ക് ആവശ്യമുള്ള തെറാപ്പി സെഷനുകളും, അതേപോലെ സിമ്പിളായിട്ട് കുറഞ്ഞ സെഷനുകളുണ്ട്. അവരെ മനസ്സും ചിന്തകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് ഈ തെറാപ്പിയിലൂടെ കഴിയും. അപ്പോൾ പ്രധാനമായിട്ടും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അവർക്ക് തിരിച്ചറിയുക, അതേപോലെ ഈ പറഞ്ഞിട്ടുള്ള ഷിസോഫ്രീനിൻ്റെ അതേപോലെ സിംറ്റംസുകൾ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. അതേപോലെ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ കൂടെ മാക്സിമം അവർ കുറച്ചു കൊടുക്കുക. അതേപോലെ ജീവിത നിലവാരം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു മോട്ടോ ആണ് ഈ ഒരു CBT കൊണ്ട് ഷിസോഫ്രീനിയയിൽ കൂടെ നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടൊന്ന് സൈക്കോട്ടിക് സിംറ്റംസ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല സിംറ്റംസുകളിൽ ഒന്ന് കണ്ടെത്തുക, എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുക, നിലവിൽ അവർക്ക് എന്തൊക്കെ സൈക്കോട്ടിക് സിംറ്റംസുകൾ ശരീരത്തിലൂടെ കാണുന്നുണ്ട്, പിന്നെ ഡിസ്ട്രെസ് ഉണ്ടാക്കുന്ന മേഖലകൾ എന്തൊക്കെയാണ്, അതേപോലെ അവർക്ക് ഡിസ്ട്രെസ് മീൻസ് ഒരു ഫോബിയ അല്ലെങ്കിൽ ഫിയർ, അതേപോലെ ചിന്തയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ നിരാശകൾ, ഇതൊക്കെ ഏതൊക്കെ തരത്തിലാണ് അവർക്കുണ്ട് നോക്കുക. പിന്നെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ തിരിച്ചറിയുക, അതിനനുസരിച്ച് നമ്മൾ നല്ലൊരു റീപ്ലേസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് CBT കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കേസ് നമ്മൾ എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, MSc റിപ്പോർട്ടൊക്കെ ചെയ്ത് പ്രത്യേകിച്ച് ഈ ഒരു ഷിസോഫ്രീനിയ ഏൽക്കുമ്പോൾ വളരെ റിലവൻ്റ് ആയിട്ട് കുറേ കണ്ടന്റുകൾ നമ്മൾ സാധാരണ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് മാത്രം പല കേസുകളും എഴുതാം. പക്ഷേ ഇതിൽ ഒരു കേസ് സെൻസ് ഓഫ് ഫോർമുലേഷൻ, ഷിസോഫ്രീനിയൻ്റെ കേസ് എഴുതുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഡീറ്റെയിൽസ് ആയിട്ട് ഓരോന്നിൽ എഴുതണം. അപ്പോൾ ആദ്യം നമ്മൾ അയാളെ പൂർണ്ണമായിട്ടും ഡീറ്റെയിൽസ് എടുക്കുന്ന, എവിടെ നിന്നാണ് വന്നത്, ഏജും കാര്യങ്ങളും അയാളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും. പിന്നെ അതിനുശേഷം നമ്മൾ കേസ് ഫോർമുലേഷനിലേക്ക് പോകുന്ന സമയത്ത് വാട്ട് ഹാപ്പൻഡ് ബിഫോർ, അതായത് രോഗം വരാനുള്ള ഘടകങ്ങൾ എന്താ, പ്രീ ഡിസ്പോസിങ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഈ രോഗം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. ചിലപ്പോൾ കുടുംബത്തിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ പറഞ്ഞതുപോലെ ജനറ്റിക് ആയിട്ടോ ബയോളജിക്കലി ആയിട്ടോ പ്രയാസങ്ങൾ ഉണ്ടാവും. അതേപോലെ ഈ ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും അബ്യൂസോ ട്രോമയോ ഒക്കെ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും റീസൺ ആവാം. അതേപോലെ ദീർഘകാലമായിട്ട് ഒരുപാട് കാലം അനുഭവിക്കുന്ന സ്ട്രെസ്സ്, ഫാമിലി റിലേഷൻഷിപ്പിലെ കോൺഫ്ലിക്റ്റുകൾ, അതേപോലെ സോഷ്യൽ ഐസൊലേഷൻ, ഇതൊക്കെ ഈ ഒരു ഷിസോഫ്രീനിയക്ക് ബാധിച്ചിട്ടുണ്ട്. ഏത് മേഖലയാണ് ബാധിച്ചിട്ടുള്ളത് എന്ന് പ്രധാനമായിട്ട് നോക്കുക. പിന്നെ അതിനുശേഷം വാട്ട് ഹാപ്പൻ എന്ന് പറയുമ്പോൾ പ്രീസിപ്പിറ്റേറ്റിംഗ് ഫാക്ടറാണ്. ഇത് രോഗം ഇപ്പോഴും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്. അവർക്ക് ജോലിയിലോ അല്ലെങ്കിൽ വീട്ടിലെ പ്രയാസങ്ങളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുടുംബങ്ങളിലോ എന്തൊക്കെയാണ് അവർക്ക്, എവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ഈ നിലവിൽ ഈ രോഗം അവരെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും, ഒരു മാറ്റവും ഇല്ലാതെ അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എവിടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ അവിടെ ചിലപ്പോൾ ചിലപ്പോൾ ഇത് വന്നതിന് ശേഷം വാട്ട് ഹാപ്പൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടർ ചിലപ്പോൾ അവർക്ക് നിരന്തരമായിട്ട് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അല്ല അവർക്ക് ചിലപ്പോൾ മറ്റേതെങ്കിലും ഡ്രഗ് അബ്യൂസിലേക്കോ അല്ലെങ്കിൽ സബ്സ്റ്റാൻസ് യൂസേജിലൊക്കെ പോയിട്ടുണ്ടാകും. അതിൻ്റെ ഫാക്ടറൊക്കെ ഇവിടെ കൊടുക്കുക. പിന്നെ അതേപോലെ പെർപെറ്റുവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ രോഗം തുടർച്ചയായിട്ട് അല്ലെങ്കിൽ സാധാരണയായിട്ട് ഇപ്പോൾ നിലനിൽക്കാൻ, ഇപ്പോൾ ഇവർക്ക് ചിലപ്പോൾ നേരത്തെ നമ്മൾ നോക്കി എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇത് വരാനുള്ളതും തുടർന്ന് കൊണ്ടുപോകാനുള്ള കാരണങ്ങൾ, ഇപ്പോൾ എന്ത് പ്രയാസമാണ് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്, അത് നമ്മൾ പ്രധാനമായിട്ടും നോക്കുക. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് ചിലപ്പോൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ, ചിലപ്പോൾ നിരന്തരമായിട്ട് ഫാമിലി ചിലപ്പോൾ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും
ഏതൊക്കെ സംഭവത്തിൽ എന്തെങ്കിലും ആരെങ്കിലും കുടുംബത്തിൽ ഒരു മരണപ്പെട്ടതായിരിക്കും റീസൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ജോലിയിലെ പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെ പല മേഖലയിലേക്കും ആൾക്ക് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ അതിനുശേഷം പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. പ്രൊട്ടക്റ്റീവ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഈ രോഗം ഇയാളെ ഏതൊക്കെ രീതിയിലൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതായത് ഒരു കേസ് എഴുതുമ്പോൾ 4 പോയിന്റുകൾ നിർബന്ധമാണ്. ഫൈനലി പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. അയാൾക്ക് നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കുക. അതേപോലെ ഈ ഒരു തെറാപ്പി കൊണ്ട് അയാൾക്ക് ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അയാൾക്ക് സജീവമായിട്ട് ഇതൊരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു പങ്കാളിത്തം നമ്മുടെ കൂടെ അയാൾക്ക് തരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ മരുന്ന് തുടർച്ചയായിട്ട് ഇയാൾ കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തെറാപ്പി ചില ആളുകൾ തെറാപ്പി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് മാറുമെന്ന് ചോദിച്ചാൽ മരുന്ന് നിർത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇത് 4 കാര്യങ്ങൾ കേസ് തുടങ്ങുന്നതിന് മുമ്പ് അന്വേഷിക്കുക. അതിനുശേഷം ടാർഗറ്റ് ഏരിയാസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എന്താണ്, രോഗിക്ക് അല്ലെങ്കിൽ ആ ക്ലയന്റിന് എന്തൊക്കെയാണ് ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുക. ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുക്കും, ഗോൾ സെറ്റിങ്സ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ രോഗിക്ക് ഏത് രീതിയിലാണ് തൻ്റെ ലൈഫിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ചിലപ്പോൾ ചിന്തകൾ ഏത് രീതിയിലാണ് അവർക്ക് മാറ്റേണ്ടത്. ചിലപ്പോൾ ചില ഹലൂസിനേഷൻ ശബ്ദങ്ങൾ കേൾക്കുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ്. അവർ തോന്നുകയാണ്, എനിക്ക് ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ എന്നെ വല്ലാതെ സ്ട്രെസ് ലെവൽ കൂട്ടുകയാണ്, എന്നോട് ആരൊക്കെയോ എന്തൊക്കെ സംസാരിക്കുന്നത് പോലെ തോന്നുകയാണ്. അത് അവർക്ക് ചിലപ്പോൾ താൽക്കാലികമായി മാറ്റേണ്ടി വരും. അപ്പോൾ അത് എന്ത് സ്ട്രെസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് അവരെ തിരിച്ചറിയുക. പിന്നെ അതേപോലെ വാല്യൂസ് എന്ന് പറയുമ്പോൾ രോഗിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിലവിൽ അവർക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടേണ്ടി വരും, ചിലപ്പോൾ അത്യാവശ്യം ഒരു ജോലി വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഫ്രീഡം ആയിരിക്കാം. എന്താണ് ഒരു വാല്യൂ ആയിട്ട് താൽക്കാലികമായിട്ട് അവർക്ക് വേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റി. ചിലപ്പോൾ സോഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സർക്കിളുകൾ, അതേപോലെ ഫാമിലി റിലേഷൻസ്, അതിലെ സപ്പോർട്ടുകൾ, അതേപോലെ അവർക്കിപ്പോൾ നിലവിൽ ആരൊക്കെയാണ് കൂടെ ഉള്ളത് അവരൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഫിസിയോളജിക്കൽ റെസ്പോൺസ് എന്ന് പറയും, ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ആയതിൻ്റെ കൂടെ നമ്മൾ കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും നമ്മുടെ CBTയുടെ മോഡലുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. മോഡൽ ഉപദേശിക്കുന്ന സമയത്ത്, കൊടുക്കുന്ന സമയത്ത് ഒന്ന് സിറ്റുവേഷൻ ആണ്. സാധാരണ CBT പഠിച്ചവർക്ക് അറിയാം, ഒന്ന് സിറ്റുവേഷൻ ആണ്, പിന്നെ ഓട്ടോമാറ്റിക് തോട്ടുകളാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് ഡെലൂഷൻസും ഹലൂസിനേഷനും ഏറ്റവും കൂടുതൽ വരുന്നത്. ഒരു ശബ്ദങ്ങൾ കേൾക്കുന്ന, എന്ത് ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് അത് സിറ്റുവേഷൻ ആയിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കണം. ആ സിറ്റുവേഷൻ എഴുതുന്ന സമയത്ത് എന്താണ് അടുത്ത ചിന്തകൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോരുന്നത്. ചിലപ്പോൾ അവർക്ക് തോന്നുകയാണ് ഈ ഒരു ചിന്തകൾ, പിന്നെ എനിക്ക് ഈ ഒരു ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ള ചിന്തകൾ. ആ സമയത്ത് നമ്മൾ എന്താണ്, അവരെ ഫൈനലി അവർക്ക് ആൾട്ടർനേറ്റീവ് തോട്ടിലേക്ക് അവരെ കൊണ്ട് എഴുതിപ്പിക്കണം. ഇത് റിയാലിറ്റി ആണോ എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഈ ശബ്ദം എവിടെ നിന്നാണ് കേൾക്കുന്നത്, ആരാണ് നിങ്ങളോട് പറയുന്നത്, ഇത് വ്യക്തമായിട്ട് അവരൊന്ന് മനസ്സിലാക്കാൻ അവർ പറയണം. ഇത് ചിലപ്പോൾ തുടക്കത്തിലൊന്നും പറ്റില്ല. നിരന്തരമായിട്ട് നമ്മുടെ കൗൺസിലിങ്ങിലൂടെയും ഈ ഒരു ജേർണൽ റൈറ്റിങ്ങിലൂടെ പതിയെ പതിയെ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് CBT മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു ആസ്പെക്റ്റിലാണ്, മോഡൽ വെച്ചിട്ടാണ് നമുക്ക് അവർക്ക് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം. അപ്പോൾ പ്രധാനമായിട്ടും ചിന്തകൾ തന്നെയാണ് നമുക്ക് പ്രധാനമായിട്ടും. ഒന്ന്, ചിന്തകൾ. ഈ ഒരു മോഡൽ ഒരു സിറ്റുവേഷൻ, ഒരുപാട് സിറ്റുവേഷൻസ് അവർക്ക് ഉണ്ടാകും, ഒരുപാട് പ്രയാസങ്ങൾ നമ്മളോട് പറയാണ്ട്. അപ്പോൾ നിലവിൽ ഏറ്റവും പ്രയാസം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സിറ്റുവേഷനെ കൊണ്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. അതിൽ നിന്നും അതിനുശേഷം ഓരോ ആയിട്ട് ഐഡൻറ്റിഫൈ തോട്ട്, അവരുടെ ആ സിറ്റുവേഷനുമായിട്ട് അവരുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ആ ചിന്തകൾ തിരിച്ചറിയുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ട് നല്ല ചിന്തകളിലേക്കാണ് അവരെ കൊണ്ടുപോകേണ്ടത്. നെഗറ്റീവ് ചിന്ത വന്നു, എനിക്ക് എന്തൊക്കെയോ സംഭവിക്കാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചുറ്റുപാടും എല്ലാ ആളുകളും എന്നെ ഉപദ്രവിക്കാൻ പോവുകയാണ് എന്നുള്ള ചിന്തകൾ വരുന്ന സമയത്ത് അവർക്ക് ഇതിനെ എങ്ങനെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഈ ഒരു ചിന്തയെ നിങ്ങൾ എന്ത് കാഴ്ചപ്പാടുകളിലാണ് കാണുന്നത്, അല്ലെങ്കിൽ ആ ഇവൻറ്റിനെ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് കാണുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ചിന്തകൾ വരിക. ആ ചിന്തകൾ അവരെ ഇത് ഏതൊക്കെ തരത്തിലാണ്, ഒന്ന് ഡെലൂഷൻ ബിലീഫ്സ് ആണ്, അതായത് എന്തെങ്കിലും തെറ്റായിട്ടുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ പാരനോയിഡ് തോട്ടുകൾ, അല്ലെങ്കിൽ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ സെൽഫ് ക്രിട്ടിക്കൽ, സ്വന്തം വിമർശിക്കുന്ന രീതിയിലുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഓവർ ജനറലൈസേഷൻ ആൻഡ് കാറ്റസ്ട്രോഫൈസിങ്. എനിക്ക് എപ്പോഴും ദുരന്തങ്ങൾ മാത്രമേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഒരു തവണ എന്തെങ്കിലും ചെയ്ത് പരാജയപ്പെട്ടുക എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു പോകും എന്നിങ്ങനെയുള്ള
ഏതൊക്കെ രീതിയിൽ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. അടുത്തത് എക്സാമിൻ ദ എവിഡൻസ്. നമ്മൾ ഈ ഒരു തോട്ട് റെക്കോർഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സിങ് നടത്തുക. എക്സാമിൻ എവിഡൻസ് എന്ന് പറയുമ്പോൾ ആ ചിന്തകൾക്ക് എന്ത് റിയാലിറ്റി ആണുള്ളത്. അപ്പോൾ അവരോട് പറയാ, സാധാരണ ഒരു സ്ട്രെസ് ഉണ്ടാവുന്ന സമയം നിങ്ങൾക്ക് ഈ ഒരു ശബ്ദങ്ങൾ കേൾക്കുന്നതും ഈ ഒരു വിശ്വാസങ്ങളൊക്കെ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് സാധാരണ മെൻ്റലുമായിട്ട് ബുദ്ധിമുട്ട്, മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന പലർക്കും ഇത് ഈ ഒരു ശബ്ദങ്ങളും ഈ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ എന്താണ്, അതൊരിക്കലും റിയൽ അല്ല. നിങ്ങൾക്ക് റിയൽ ആയിട്ട് നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെന്ന് ഒബ്സർവ് ചെയ്യുക. എനിക്ക് എന്തൊക്കെയാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്നെ ബാധിക്കുന്നത്, അത് നിങ്ങളൊന്ന് എവിഡൻസോട് കൂടി നോക്കുക. റിയാലിറ്റി ടെസ്റ്റിംഗ് നടത്തുക. അതിനുശേഷം റീ അപ്രൈസൽ ആൻഡ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. അതിന് ഒരു പുനർവ്യാഖ്യാനം നടത്തുക എന്നുള്ളതാണ്. പുനർവ്യാഖ്യാനം എന്ന് പറയുന്നത്, ഇതെന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ചിന്തകൾ വന്നിട്ടുള്ളത്, ഇതിൻ്റെ ഈ ചിന്ത എവിടെ നിന്നാണ് എന്നെ ബാധിച്ചിട്ടുള്ളത്, അതിൻ്റെ സിറ്റുവേഷൻ എവിടെയാണ്, ഞാൻ ശരിക്കും നിലവിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്, അത് കറക്റ്റായിട്ടൊന്ന് പുനർചിന്തനം നടത്തുക. ഈ ചിന്തനം നടത്തുന്നത് കൂടി നെഗറ്റീവ് ചിന്തകൾ അവർ സ്വയമായിട്ട് തിരിച്ചറിയും. ഈ തിരിച്ചറിവിന് ശേഷം കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് നടത്തുക എന്നുള്ളതാണ് അവർക്ക് നല്ല കാര്യം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഒരു കോപ്പി പേസ്റ്റ് പോലെ കൊടുക്കുക. പിന്നെ അതേപോലെ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്ന സമയത്ത് എന്ത് കോപ്പിംഗ് സ്ട്രാറ്റജീസാണ് അവർ ഉപയോഗിക്കുന്നത്, താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം കണ്ടെത്തുന്ന രീതികളൊക്കെ നമ്മൾ ലൈഫിലൊട്ടേയും തന്നെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക. അപ്പം അതിനുശേഷം അവരുടെ ചിന്താ പാറ്റേൺ സ്വയം ഒന്ന് മോണിറ്റർ ചെയ്യുക. പിന്നെ ഇൻ്റർഗേറ്റിംഗ് വിത്ത് ബിഹേവിയർ. നല്ലൊരു ബിഹേവിയർ എന്താണ് പുതിയ ലൈഫിലേക്ക് അവർ കൊണ്ടുപോകും. ചെറിയ ചെറിയ രൂപത്തിൽ പുതിയ താൽക്കാലികമായിട്ടൊരു ആശ്വാസം ഉണ്ടാക്കുന്ന രീതിയിൽ ആളുകൾ ചിലപ്പോൾ ഒരു ഫ്രണ്ട് സർക്കിളിനോട് കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് കൂടുതൽ സംസാരിക്കുക, അല്ലെങ്കിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ കോഴ്സുകളിലേക്ക് ഇവരെ കൊണ്ടുപോവുക. അവർക്ക് എന്താണ് താല്പര്യമുള്ളത് ആ മേഖലയിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. ഈ ഒരു ബേസ് വെച്ചിട്ടാണ് തെറാപ്പിയുടെ ആദ്യ സെഷന് നമ്മൾ കൊണ്ടുപോകേണ്ടത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടൊരു 3 ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ ഒരു ഷിസോഫ്രീനിയക്ക്. അപ്പോൾ ഷിസോഫ്രീനിയ ഒന്ന് പറയാം, 3CS എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ഒന്ന് ക്യാച്ച്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഈ ഒരു ചിന്തകളെ, ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്ന സാധാരണ അവരുടെ ചിന്തകളെയും അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ചിന്തക്ക് പകരം നല്ല ചിന്തകളെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ക്യാച്ച് ദ തോട്ട്. ചിന്തകൾ വരുന്ന സമയത്ത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ആ ചിന്തകളെ സ്വയം ഒന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനെ പിടിക്കുക, അല്ലെങ്കിൽ മനസ്സിൽ എന്താണ് ഇപ്പോൾ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ ചിന്തകൾ കാരണം എനിക്ക് മാനസികമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് വരുന്നത് സ്വയം ഒരു തിരിച്ചറിവുണ്ടാക്കുക. പിന്നെ അതേപോലെ ചെക്ക് ദ തോട്ട്. ആ ചെക്ക് ഒന്ന് ഈ ഒരു ചിന്തകളൊന്ന് പരിശോധിക്കുക, ശരിക്കും റിയാലിറ്റി ഉള്ളത് തന്നെയാണോ, ശരിയാണോ, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനമുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. പിന്നെ ചേഞ്ച് ദ തോട്ട്. ചിന്തകൾ പൂർണ്ണമായിട്ടും മാറ്റുന്ന രീതി. കാരണം അവർക്ക് പഴയ ചിന്തകളെ, ഈ പഴയ ചിന്ത വന്നിട്ടത് പൂർണ്ണമായിട്ട് തെറ്റാണ്, ശരിക്കും ഇത് റിയലായിട്ട് നടന്നിട്ടൊന്നുമില്ല, എൻ്റെ തോന്നലുകൾ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കി റിയലായിട്ട് ഈ ഒരു സംഭവമാണ് ഇപ്പോൾ നിലവിൽ, എനിക്കിപ്പോൾ ഒരു സ്ട്രെസ് ലെവൽ വന്നു, അതുകൊണ്ട് എൻ്റെ ശരീരത്തെയും മാനസികമായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു ഒരു ഇൽനെസ് മാത്രമാണ് ഇത് എന്ന് അവരെ സ്വയം തിരിച്ചറിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ അടുത്തത് കൊഗ്നിറ്റീവ്, ഒരു പ്രാക്ടീസ് മോഡലായിട്ട് നമുക്ക് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഈ ഒന്ന് ഐഡൻറ്റിഫൈ സിറ്റുവേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഒരു കേസൊക്കെ എടുക്കുന്ന സമയത്ത് അവരോട് പറയുക, ഏത് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഹൈറാർക്കി ലിസ്റ്റ് ഉണ്ടാക്കുക, ഡെയിലി ലൈഫിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ എഴുതി വാങ്ങുക. അതിൽ നിന്ന് അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സിറ്റുവേഷൻ അവരെ തിരഞ്ഞെടുക്കുക. ഈ ഒരു സിറ്റുവേഷനാണ് താൽക്കാലികമായിട്ട് എനിക്ക് മാറ്റേണ്ടത് എന്നുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ തിരിച്ചറിഞ്ഞ് ആ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകളൊക്കെ എന്തൊക്കെയാണ്, ആ സമയത്ത് അവരെന്തൊക്കെയാണ് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചിന്തകൾ വന്ന സമയത്ത് വൈകാരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു, അതിനുശേഷം എന്ത് ബിഹേവിയറാണ് അവരെ കാണിക്കേണ്ടത്, ഫിസിക്കലി ആയിട്ട് ശാരീരികമായിട്ട് എന്തൊക്കെ സെൻസേഷനാണ് ഉണ്ടായിട്ടുള്ളത്, അത് സ്വയമായിട്ട് തിരിച്ചറിയാൻ പറ്റുക. ഏതൊരു സിറ്റുവേഷനിൽ കൂടെ അവൾ കടന്നു പോകുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചറിവ് അവർക്ക് ഉണ്ടായെടുക്കുക എന്നുള്ളത്. അതിന് വേണ്ട നിരന്തരമായിട്ട് അവരെ കൊണ്ട് ജേർണൽ എഴുതിപ്പിക്കുക, അതേപോലെ തോട്ട് റെക്കോർഡുകളും റിയാലിറ്റി പരിശീലനം നടത്തുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും മറ്റൊരു സ്വന്തമായിട്ട് ഇമോഷൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസ് മോഡൽ,
ഒന്ന് എൻഗേജ് ആൻഡ് അഗ്രിമെന്റ്. എൻഗേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലയന്റിന്റെ ആ ഒരു ഇപ്പൊ നിലവിലുള്ള ആ ഒരു ചില ക്ലയന്റുകൾക്ക് അവർക്ക് സ്വയമായിട്ട് ഒരു ഫിയർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും. അവർക്ക് തോന്നുകയാണ് ഈ ഒരു തെറാപ്പി കൊണ്ട് ചിലപ്പോൾ എനിക്ക് ഈ ഒരു തെറാപ്പിസ്റ്റിനോട് പൂർണ്ണമായിട്ടും എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയാൻ കഴിയുമോ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു അസുഖങ്ങൾ മാറാൻ സാധ്യതയുണ്ടോ. ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അവിടെ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അവർക്ക് തോന്നും. അവർ തന്നെ ഇപ്പോൾ സ്വയം പറയുകയാണ്, എനിക്ക് പൂർണ്ണമായിട്ടും നിങ്ങളോട് എൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞോണമെന്നില്ല. ചിലപ്പോൾ എനിക്കിത് പൂർണ്ണമായിട്ടും ഈ ഒരു ഞാൻ കുറേ മരുന്നൊക്കെ കഴിച്ചിട്ടുള്ള ഒരാളാണ്, ഇതുവരെ മാറിയിട്ടില്ല. പക്ഷേ ഈ ഒരു നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തോട്ട് റെക്കോർഡ് അല്ലെങ്കിൽ ജേർണൽ ചെയ്ത് അതുകൊണ്ടൊന്നും എനിക്ക് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു ഫിയർ കാര്യങ്ങൾ അവർക്ക് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീലിങ്സിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊന്നും എതിർക്കാതെ അവരെ തന്നെ എന്താണ് ഇത് അവരോട് പറയുക, ഈ ഒരു ചിന്തകളൊക്കെ സ്വാഭാവികമാണ്. നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വരുന്നതാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു പ്രശ്നം ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ അതെന്താണ്, നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊരു കാര്യം നമ്മൾ തെറാപ്പി സെഷനിൽ കൊടുക്കുകയാണെങ്കിൽ അവരുടെ സമ്മതം വാങ്ങിയിട്ടായിരിക്കണം. എന്ത് തെറാപ്പി നമ്മൾ ആക്ടിവിറ്റീസ് ആണെങ്കിലും മറ്റു തരത്തിലുള്ള റിഫ്ലക്റ്റ് ഉണ്ടാക്കുന്ന എന്ത് കാര്യം അവർക്ക് കൊടുത്താൽ അവരുടെ സമ്മതം ചോദിക്കാതെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് അവർക്കൊന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് നിരന്തരമായിട്ടുള്ള ഡീപ് ബ്രീത്തിങ്ങുകൾ. ഡീപ് ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ആണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. കാരണം അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഓരോ സെൻസേഷനും അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡയഫ്രമാറ്റിക്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് പിന്നെ അവരെന്താണ്, നമ്മുടെ വലത്തെ കൈ നമ്മുടെ ചെസ്റ്റിന് നേരെ വെക്കും, ഇടത്തെ കൈ നമ്മുടെ വയറിൻ്റെ ഭാഗത്തും വെക്കും. അപ്പോൾ ആ സമയത്ത് അവരോട് പറയാം, ഡീപ്പായിട്ട് എന്താണ് പിന്നെ ഒരു 4 സെക്കൻഡ് മുകളിലേക്ക് വലിക്കുക, ഒരു 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 8 സെക്കൻഡ് പുറത്തേക്ക് പതിയെ വിടുന്ന രീതി. ഇപ്പോൾ ഈ ഒരു ബ്രീത്തിങ് പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് അവരോട് പറയാം, നിങ്ങൾ പൾസ് കൗണ്ട് ചെയ്യാൻ പറയാം. എത്രയാണ് നിലവിൽ നിങ്ങൾക്ക് പൾസ് ഉള്ളത് അതൊന്ന് കൗണ്ട് ചെയ്തതിന് ശേഷമായിരിക്കണം ബ്രീത്തിങ്ങിലേക്ക്. അപ്പോൾ ആ പൾസ് കുറഞ്ഞത് ശരി നല്ല ഹൈ ആയി കിട്ടുന്ന ഒരു നല്ല ആങ്സൈറ്റിയും പേടിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അത് കുറഞ്ഞതിന് ശേഷം അവരോട് പറയും, നിങ്ങൾ ബ്രീത്തിങ്ങിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുത്താൽ മതി. ആദ്യം നിങ്ങൾ പൾസ് കുറയുന്നത് വരെ, നിങ്ങൾ ബോഡി റിലാക്സ് ആകുന്നത് വരെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ PMR ആണ്, മസിൽ റിലാക്സേഷൻസ് ആണ്. നമുക്ക് ശാരീരികമായിട്ട് ഓരോ മേഖലയിലേക്കും അത് ചെയ്തു കൊടുക്കാൻ ചെറിയ എക്സസൈസ് പോലെ. പിന്നെ ഗ്രൗണ്ടിങ് ടെക്നിക്കുകളാണ്. ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയും 5 4 3 2 1. 5 എന്ന് പറയുമ്പോൾ 5 ഐറ്റംസിനെ നമ്മൾ അവരോട് പറയും, നിങ്ങൾ ഒന്ന് കാണാൻ ശ്രമിക്കുക, അതിൽ 4 സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പർശിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 3 നിങ്ങളുടെ ചുറ്റുപാടുന്ന 3 ശബ്ദങ്ങൾ നിങ്ങൾ ശരീരത്തിലേക്ക് ചെവിയിലേക്കൊക്കെ നിങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് അത് റിയൽ ആയിട്ട് പരിശോധിക്കാം, എന്ത് ശബ്ദമാണ് എനിക്ക് കേൾക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 4ലേക്ക് വരുന്ന സമയത്ത് ഞാൻ ആ തൊട്ടിട്ടുള്ള സാധനം ഞാൻ ഇന്ന സാധനമാണ് ചില ആളുകൾക്ക് ഹലൂസിനേഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്നെ ആരോ സ്പർശിക്കുന്നുണ്ട്. മുമ്പ് ഒരു കേസ് വന്നിട്ടുള്ളത്, ഒരു ലേഡി പറയാം, എൻ്റെ ശരീരത്തിൽ മൊത്തം എന്താണ് ഉറുമ്പുകൾ അരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ശരീരത്തിൽ മൊത്തം ഉറുമ്പാണ്. കാരണം അവർക്ക് വല്ലാതെ ഹൈ ആയിട്ട് അവർ പോയി ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിൽ കൈകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അതിൽ കുറച്ചൊക്കെ ഒരു ആശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്കുകളാണ്. അപ്പോൾ എന്താണ് അവർ 4 സാധനങ്ങൾ 5 സാധനങ്ങൾ കാണുക, തിരിച്ചറിവ്. ഞാൻ 5 സാധനങ്ങൾ കണ്ടിട്ടുണ്ട്, അതിൽ 4 സാധനം ഞാൻ സ്പർശിച്ചിട്ടുണ്ട്, പിന്നെ 3 ശബ്ദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, അത് എന്തിൻ്റെതാണ്. പിന്നെ 2ലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും സ്മെല്ലുകൾ, അതായത് ശരീരത്തിൻ്റെ സ്മെല്ലുകൾ അല്ലെ ചുറ്റുപാട് എന്തെങ്കിലും സ്മെല്ലുകൾ മൂക്കിലേക്ക് 2 കിട്ടുക എന്നുള്ളതാണ്. ഫൈനലി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും രുചി നാവിൻ തുമ്പത്തെത്തിക്കുക. ഇത് നിരന്തരമായിട്ട് അവരെ കൂടെ തന്നെ അവരോട് ഡെയിലി അവരോട് ചെയ്യാൻ പറയണം. പിന്നെ അതേപോലെ സെൽഫ് സൂത്തിങ് സ്ട്രാറ്റജീസ് ആണ്. അവർക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ, പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സസൈസുകൾക്ക് പോവുക, പുസ്തകങ്ങൾ വായിക്കുക. എന്താണോ നമ്മൾ കൊടുക്കുന്നതിൻ്റെ പുറമെ, ആക്ടിവിറ്റീസിന് പുറമെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മൈൻഡ്ഫുൾനെസ് എക്സസൈസുകൾ, പ്രസൻറ്റ് ഫോക്കസ് അവയർനെസ്സുകൾ, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു എക്സസൈസിൻ്റെ ചെറിയൊരു PDF വർക്ക് ഷീറ്റാണിത്. അതായത് ഒരു സിറ്റുവേഷൻ അവരെ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ, അവർ പറഞ്ഞ ഒരുപാട് സിറ്റുവേഷൻ നമ്മളെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മൾ എഴുതി കൊടുക്കുക. എന്നിട്ട് ആ സിറ്റുവേഷൻ എന്താണ്, ഫസ്റ്റ് തോട്ട്
എന്താണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ചിന്ത ഇത് ഇപ്പൊ നെഗറ്റീവ് ചിന്തകളായിരിക്കും അവർക്ക് വന്നിട്ടുണ്ടാവും. ആ സമയത്ത് അവരെന്ത് ഫീലിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, ആ ഫീലിങ്സിന്റെ കൂടെ തന്നെ ഒരു ജസ്റ്റ് ഒരു 0 to 10 ഒരു റൈറ്റും അവരെ കൊണ്ട് എഴുതിപ്പിക്കാൻ പറയാം. ബിഹേവിയർ, ഈ ഒരു ഫീലിങ്സ് വികാരം വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ബിഹേവിയർ ആണ് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം ആൾട്ടർനേറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ചിന്തയെ നമുക്ക് മറ്റൊരു രൂപത്തിൽ എങ്ങനെയാക്കാം. അതായത് അവർ പറയാണ്, എനിക്ക് പിന്നെ എൻ്റെ ചുറ്റുപാടുള്ള ആളുകൾ എന്നെ വളരെ രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ആൾ പറയാം. ഒരു അലൂസിനേഷൻ തോട്ട് അവർ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ആളുകളെ കാണുമ്പോൾ ഒരു ഫിയർ ആണ്, പുറത്തേക്കൊന്നും പോകാത്ത ഒരാളാണ്, വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ് എങ്ങനെയാണ് അവരോട് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനം നമുക്ക് അഡ്വാൻസ് അവർ പറഞ്ഞു കൊടുക്കുക. ഈ ഒരു തെളിവിൻ്റെ ബേസ് വെച്ച് നിങ്ങൾക്ക് ഒരു ആൾട്ടർനേറ്റീവ് തോട്ടിലേക്ക് എഴുതാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിയാലിറ്റി ടെസ്റ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഉപദ്രവിക്കാൻ? അല്ലെങ്കിൽ നിങ്ങൾ ആളുകൾ മോശമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു 3 തോട്ട് എന്താണ്, 3 സാധ്യതകൾ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. ആ രീതിയിലാണ് ഈ ഒരു എക്സസൈസ്. എത്ര സിറ്റുവേഷൻ നമ്മൾ കൊടുക്കുന്നോ ആ സിറ്റുവേഷൻ ഓരോന്നും ചിന്തകൾ എഴുതിപ്പിക്കുക. അതിന് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന രീതി. പിന്നെ ചില ക്ലയൻറ്റുകൾ, പ്രത്യേകിച്ചും അഡോളസൻസ് 16-17 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ ഇമോഷൻസ് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ടൊക്കെ വരച്ചു കൊടുത്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം. ഈ ഒരു സാഡ് വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാവുന്നത്, ഒരു ഡിപ്രസ്ഡ് ആവുന്ന സമയത്ത് ഏതൊക്കെയാണ് നമുക്ക് വരുന്ന ഇമോഷൻസുകൾ, ഡിസപ്പോയിൻമെൻറ്റ് വരുന്ന സമയത്ത് നമുക്കൊരു ഇമോജി വരെയൊക്കെ വരച്ച് വരെ കാണിച്ചു കൊടുക്കാം ഈ ഒരു ടൈപ്പിൽ. ഇനി അടുത്തത് ഈ ഒരു ഏതൊരു നമ്മൾ ആ ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പിന്നെ സ്കെയില് ഒരു പറയൂ. സാർ, ആ ചാർട്ടിനകത്തുള്ള ഇംഗ്ലീഷ് വേർഡ്സ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സാധാരണ കോമൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോഴേ അവർക്ക് ഈ ഉം. ഇംഗ്ലീഷ് വേർഡ്സിന്റെ മീനിങ് മനസ്സിലാക്കാനും അതിനൊക്കെ ഇല്ല, അപ്പൊ അത് അത് ഞാൻ ഈ മലയാളം. ചാർട്ടിന് വേണ്ടി എഴുതിയതാണ്. നമുക്ക് വേണമെങ്കിൽ ഇമോജി ആയിട്ട് ചിത്രങ്ങളൊക്കെ വരച്ച്, നമുക്ക് ഒരുപാട് ചിത്രങ്ങളില്ലേ, അതൊക്കെ ഓ, വേണമെങ്കിൽ വരച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം. ഏറ്റവും ബെറ്റർ ചിത്രം പിക്ചേഴ്സ് തന്നെയാണ്, ഫ്ലാഷ് ഓ, കാർഡുകൾ പോലെ. കാരണം ഇത് എഴുതി വയ്ക്കും അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞോളണമെന്നില്ല. ഓക്കെ ഓക്കെ. ഇത് നമ്മളിപ്പോൾ ഒരു സെഷന് വേണ്ടി ഞാനത് അങ്ങനെ ഇത് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ നമ്മൾ ആ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് സിറ്റുവേഷൻ പിന്നെ ഓരോ ദിവസം അവരുടെ മൂഡ് ചെക്കിംഗ് ഒന്ന് നടത്തുക. പിന്നെ എത്ര 0 to 10 ആണ് സ്കെയിൽ ഉണ്ടാവുക. ആ സ്കെയിൽ അവരോട് പറയാം സ്വയം ഒരു ഡ്രോ ബാർ വരയ്ക്കുക. അതിൽ നിന്ന് 1 മുതൽ 10 വരെ എഴുതുക. അപ്പോൾ ഒരു കാര്യം, ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അവരോട് പറയുക, ആ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്കോർ എത്രയാണ് കണ്ടെത്തുക. ഇനിയിപ്പോൾ 5 കിട്ടിയിട്ടുണ്ട്, ആൾ ഓക്കെയാണ്. 7 കിട്ടി, 8, 9 അയാൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അയാൾ പറയും ആ 8, 9 മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് നല്ലൊരു പ്രവർത്തനത്തിൽ നിങ്ങൾ ചെയ്യണം. അതിനുശേഷം വീണ്ടും സ്കോർ ചെയ്യുക. ഓരോ ദിവസവും എന്താണ്, ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പും ശേഷവും അവർക്ക് ഈ ഒരു സ്കോറൊന്ന് മാർക്ക് ചെയ്യാൻ പറയും. അവർക്ക് സ്വയമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതേപോലെ നമുക്ക് മറ്റൊന്ന്, ഈ ഇമോഷണൽ റെഗുലേഷൻസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഷിസോഫ്രീനിയയുമായിട്ട് ബാധിക്കുന്നത് ബ്രെയിനിനെ തന്നെയാണ്. ഈ ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോപ്പമൈൻ, സെറാട്ടോൺ ആണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഹൈ ആയിട്ടുള്ള ഒരു ഹൈപ്പർ ആക്ടിവിറ്റി നടക്കുന്നത് കൊണ്ടാണ് ഇയാൾക്ക് പൂർണ്ണമായിട്ടും ശരീരത്തെയും മാനസികമായി ബാധിക്കുന്നത്. അപ്പോൾ അതവിടെ ആണെങ്കിൽ ബ്രെയിനിൻ്റെ പല ഭാഗത്തേക്കായിട്ട് കുറച്ച് കുറച്ച് പിന്നെ ഈ പറഞ്ഞിട്ടുള്ള സിംറ്റംസുകൾ പോകാനുള്ള സാധ്യതകളുണ്ട്. ഇതിൽ ഏറ്റവും ബാധിക്കുന്നത് പെർഫോണ്ടൽ കോർട്ടെക്സിലാണ്. പെർഫോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും അതേപോലെ പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ നടത്തുന്ന ഒരു ഏരിയയാണ് പെർഫോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. ഈ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് ഭാഗത്താണ് കൂടുതലായിട്ടും ഈ കാര്യങ്ങൾ വരിക. അപ്പോൾ ഈ ഒരു ഷിസോഫ്രീനിയ ബാധിക്കുന്ന ഒരാൾക്ക് എല്ലാ പ്രവർത്തനങ്ങളും ശൂന്യമായിരിക്കും, ഒന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഈ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും, ഡോപ്പമൈനും എല്ലാം എന്താണ്, അതിൻ്റെ ഉള്ളിൽ തല പൊക്കി തുടങ്ങും. തല പൊക്കുക എന്ന് പറയുന്നത് ആങ്സൈറ്റി ലെവല്, എന്തെങ്കിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുക. അപ്പോൾ ഇതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആര് വരും, മറ്റാൾ വരും, സെറാട്ടോൺ ഓടി വരും. അപ്പോൾ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ടും ഡെയിലി നടക്കുന്ന ഫങ്ഷൻസും കാര്യങ്ങളും ഒന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ഇനിയിപ്പോൾ അടുത്ത് ബാധിക്കുന്നത് അമിഗ്ഡാലയാണ്. അമിഗ്ഡാല എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു സിറ്റുവേഷനിൽ കൂടി പോകുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു ഭയം വരാം, അല്ലെങ്കിൽ ഒരു ഭീഷണി, അല്ലെങ്കിൽ നമുക്ക് ഇമോഷണൽ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് അമിഗ്ഡാല എന്ന് പറയുന്നത്. ചിലപ്പോൾ ഹൈപ്പർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുറയ്ക്കുന്ന രീതി. പക്ഷേ
ഇവിടെ വരുന്ന ഷിസോഫ്രീനിയ ഉള്ള ആളുകൾക്ക് എന്താണ്, ഈ ഹൈപ്പർ ആക്ടിവിറ്റി വളരെ രീതിയിൽ അങ്ങ് വർദ്ധിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടുക എന്നുള്ള ഒരു പ്രോസസ്സിങ്ങിലേക്ക്, അല്ലെങ്കിൽ ഹൈ ആയിട്ടുള്ള ഒരു ആങ്സൈറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡെലൂഷൻസ്, ഹലൂസിനേഷൻ പോലെയുള്ള പല പിന്നെ റിജിഡ് ആയിട്ടുള്ള ചിന്തകൾ അവരെ പൂർണ്ണമായിട്ടും ബാധിക്കുന്ന ഒരവസ്ഥ. പിന്നെ ഫൈനലി ഇവിടെ വരുന്നത് പിന്നെ ഈ ഒരു സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള ലെഫ്റ്റ് ബ്രെയിനിൻ്റെ മറ്റൊരു ഭാഗം, അത് കോർട്ടക്സുമായിട്ടുള്ള ഇമോഷൻസിനെ ബാധിക്കുന്ന ഏരിയയാണ്, തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ. അപ്പോൾ അവിടെ എന്താണ്, ഈ ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള ആൾക്ക് എല്ലാം ചെയ്യുന്നത് തെറ്റായി പോവുക, അല്ലെങ്കിൽ മറ്റുള്ള ഓവർ ജനറലൈസേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും പരാജയപ്പെടും എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോകുന്ന ഒരവസ്ഥ. പിന്നെ അതേപോലെ ഫൈനലി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് റൈറ്റ് ഭാഗത്തുള്ള ഇൻസുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രെയിൻ്റെ ഒരു പാർട്ട് ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഇൻട്രോസ്പെക്ഷൻ ഒരു പർട്ടിക്കുലറായിട്ട് നടക്കുന്ന ഒരു ഏരിയ. അതായത് നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്ന എല്ലാ ഇൻസിഡൻസുകളെയും എല്ലാ പിന്നെ സിറ്റുവേഷനുകളെയും അവർ സ്വയം തിരിച്ചറിഞ്ഞ് ഒബ്സർവ് ചെയ്ത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിലേക്ക് ഒരു ഡിസിഷൻ എടുത്ത് കൊണ്ടുപോകുന്ന ഏരിയയാണ് ഇൻസുല എന്ന് പറയാം. പക്ഷെ അവിടെ അങ്ങ് സ്റ്റക്കായി പോവുകയാണ് ഈ ഷിസോഫ്രീനിയ ബാധിക്കുന്ന ആളുകൾക്ക്. നമുക്കൊന്നും അത് സ്റ്റക്കാവുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ലൈഫിലൊക്കെ പോകുന്നത്. പക്ഷെ ബാക്കിയുള്ള ബ്രെയിനിൽ ഓരോ പാർട്ടായി ബാധിച്ച് അവസാനം ഇൻസുല എന്ന് പറഞ്ഞ മേജർ ആയിട്ടുള്ള പാർട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്റ്റക്കാവും. അയാൾ പൂർണ്ണമായിട്ടും ഒരു പിന്നെ ഷിസോഫ്രീനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേജർ സിവിയർ ആയിട്ടുള്ള ഇൽനെസ്സിലേക്ക് ബാധിക്കും. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് എവിടെ ബാധിക്കുന്ന സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ എവിടെയാണ് നോക്കേണ്ടത്, ബ്രെയിനെ തന്നെയാണ്. ന്യൂറോ ട്രാൻസ്മിറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസ് ക്ലയൻറ്റിനും അല്ല ഫാമിലിക്കും പറഞ്ഞു കൊടുക്കണം. ഇത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്, ഇതെവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ള, ബ്രെയിനാണ് തുടങ്ങിയിട്ട്, അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഇയാൾക്ക് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചെറിയ ഷോർട്ടായിട്ട് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടൊരു CBT സ്ട്രാറ്റജീസ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പോവാം. ഒന്ന്, എൻഗേജ്മെൻറ്റ് ആൻഡ് സൈക്കോ എഡ്യൂക്കേഷൻ തന്നെയാണ്. ഏറ്റവും മനോഹരമായിട്ട് അവരുമായിട്ട് അവർ സംസാരിക്കുക, ഒരു റാപ്പോ ബിൽഡപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം പാരനോയിഡ് തന്നെയായിരിക്കും. മുമ്പിൽ കാണുന്ന ഒരാളെയും അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. കാരണം ഇതൊരു തെറാപ്പിസ്റ്റാണ്, സ്വന്തം അച്ഛനാണ്, അമ്മയാണ് എന്ന് പോലും വിശ്വസിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവരൊക്കെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ മോശക്കാരാണ്, ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല, എനിക്ക് അപകടങ്ങൾ എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്ത ഉള്ള മുമ്പിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള CBT തോട്ട് റെക്കോർഡും കാര്യമായിട്ട് പോയിട്ട് കാര്യമില്ല. എന്നപ്പോൾ അവരുമായിട്ട് ഏറ്റവും നല്ലൊരു വിശ്വാസപൂർണ്ണമായിട്ടുള്ള നല്ലൊരു സേഫ് സോണിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇടം വെച്ചിട്ട് അവരുമായിട്ട് ഷിസോഫ്രീനിയ എന്താണ് പൂർണ്ണമായിട്ടും അവരെ പഠിപ്പിക്കുക. ഈ ഷിസോഫ്രീനിയ വന്നിട്ട് എവിടെയാണ് ബാധിച്ചിട്ടുള്ളത്, ബ്രെയിനിലെ ചില രാസപ്രവർത്തനങ്ങളുടെ വ്യതിയാനങ്ങൾ മൂലമാണ് നിങ്ങളെ. പിന്നെ സിറ്റുവേഷൻ ബേസ്, ആ സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു, അതേപോലെ നിങ്ങൾ ആ സിറ്റുവേഷൻ ഒരുപാട് ബിലീഫ് സിസ്റ്റങ്ങൾ നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്നു, അത് നിങ്ങളെ പൂർണ്ണമായിട്ടും ശാരീരികമായിട്ടും ബാധിച്ചു എന്നുള്ള രീതിയിലായിരിക്കും സൈക്കോ എഡ്യൂക്കേഷൻ കൂടെ കൊടുക്കേണ്ടത്. പിന്നെ കോഗ്നിറ്റീവ് ടെക്നിക്കുകൾ, ചിന്താപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ചിന്താപരമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവരുടെ നെഗറ്റീവ് ചിന്തകൾ നമ്മൾ കണ്ടെത്തുന്നതോട് കൂടെ തന്നെ എന്താണ്, അവർക്ക് പിന്നെ അവർക്ക് വേദനാജനകമായിട്ടുള്ള ചിന്തകൾ നമ്മൾ കണ്ടെത്തണം. നെഗറ്റീവ് ചിന്തകൾ മാത്രം കണ്ടെത്തിയ കാര്യമില്ല, അവരൊരുപാട് ഡിസ്ട്രെസ്സുകൾ, അതുപോലെ ഒരുപാട് സ്ട്രെസ് ലൈഫ് അവരുടെ ലൈഫിൽ അനുഭവിക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മളൊന്ന് കണ്ടെത്തിയിട്ട് ആ ചിന്തകളെ നമ്മളൊന്നുകൂടി പരിശോധിക്കണം. ഈ ഒരു അനുഭവിക്കുന്നതിനൊക്കെ റിയലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? അവിടെ നമ്മൾ സോക്രാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് ഉപയോഗിക്കുക. നിങ്ങൾ ഇത്രയും കാലം ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്, ഒരുപാട് ബുദ്ധിമുട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, എങ്കിൽ പോലും ഈ ഒരു ചിന്തകൾക്ക് നിങ്ങൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ആരാണ് നിങ്ങളെ കൂടെ ഏറ്റവും മാനസികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഈ ഒരു ടൈപ്പൊക്കെ സോക്രാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് സംസാരിക്കാൻ ഏറ്റവും പറ്റിയ ഒരു ഇടം തന്നെയാണ് ഇങ്ങനത്തെ കേസുകൾ കിട്ടുമ്പോൾ. നമുക്ക് മാക്സിമം കാമായി ഡീപ്പസ്റ്റ് ആയിട്ട് അവരിലേക്ക് പോവുക എന്നുള്ളത്. അവരെ ചിന്തകൾ, നമ്മുടെ ചോദ്യങ്ങൾ കേട്ടിട്ട് അവരെ ചിന്തകൾ തന്നെ മറിയണം. ആ രീതിയിലായിരിക്കും നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്. അല്ലാണ്ട് ചെന്ന ഉടനെ എന്താണ് നിങ്ങളെ പ്രശ്നം, അല്ലെങ്കിൽ ഇതാണ് നിങ്ങളെ പ്രശ്നം, അതാണ് ഇന്നത് ചിന്തിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട്, ആ രീതിയിലാവരുത്. അവരെ മനസ്സിലാക്കുന്ന രീതിയിൽ, അവർ പ്രശ്നങ്ങൾ അനുഭവിച്ച റിയൽ തന്നെയാണ്, നമുക്കും അറിയാം അവർക്കും അറിയാം. അത് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും ചോദ്യങ്ങൾ അവർക്ക് വേണ്ടത്. പിന്നെ ബിഹേവിയർ ഇൻ്റർവെൻഷൻ ആണ്. ബിഹേവിയർ ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ സ്വഭാവത്തിലൂടെ ചെറിയ ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ചെറിയൊരു ആക്ടിവിറ്റി ഷെഡ്യൂൾസുകൾ, പിന്നെ അതേപോലെ അവർക്ക് അത് ഗൈഡഡ് എക്സ്പോഷർ എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് പേടിയുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അതിലേക്ക് കൊണ്ടുപോയി പേടിയൊക്കെ മാറ്റി ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ രൂപത്തിൽ. അപ്പോൾ പുറത്ത് തീരെ ഇറങ്ങാത്ത ഒരാളാണെങ്കിൽ അയാളെ കൂടെ ഒന്ന് കൊണ്ടുപോയിട്ട് ആദ്യം ഒന്ന് ചിലപ്പോൾ രാവിലെ കൊണ്ടുപോകുക ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത്, പിന്നെ ഉച്ചക്ക് കൊണ്ടുപോകുക ആൾ കുറച്ച് ആളുള്ള സമയത്ത്, പിന്നെ വൈകുന്നേരം കൊണ്ടുപോകുക. അതാണ് ഒരു എക്സ്പോഷർ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഫിയർഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്തെങ്കിലും പതിയെ പതിയെ കൊണ്ടുപോവുക. പിന്നെ ബിഹേവിയർ എക്സ്പെരിമെൻ്റ് ആണ്. ബിഹേവിയർ എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ അവരെ റിയൽ ആയിട്ട് ഇപ്പോൾ നിലവിൽ അവർക്ക് ഏതൊക്കെയാണ് ചിന്തകൾ വരുന്നത് അത് റിയാലിറ്റിയുമായിട്ട് അവരെ ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള എക്സ്പെരിമെൻറ്റും ആക്ടിവിറ്റീസും. കാരണം അവർക്ക് ചിന്തകൾക്ക് എന്ത് തെളിവാണുള്ളത് എന്ന് പൂർണ്ണമായിട്ടും കൊടുക്കുന്ന രീതിയിലുള്ള ഇൻ്റർവെൻഷൻസുകൾ. പിന്നെ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഓഫ് ഹലൂസിനേഷൻ. ഈ ഹലൂസിനേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതായത് പിന്നെ ഒരുപാട് ദൃശ്യങ്ങൾ അല്ലെങ്കിൽ വോയിസ് ആയിട്ടൊക്കെ നേരിടുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ആങ്സൈറ്റി ഫോബിയ ഒക്കെ ഉണ്ടാവും. അത് കുറയ്ക്കാൻ നമുക്ക് നിയന്ത്രണാതീതമായിട്ട് ചില ടെക്നിക്കുകൾ ഉപയോഗിക്കുക. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുന്ന സമയത്ത് അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഈ ശബ്ദങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് അവരോട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ ശബ്ദം തീരെ കേൾക്കാതിരിക്കാൻ പെട്ടെന്ന് വേറെ ഏതെങ്കിലും പാട്ട് കേൾക്കാൻ പറയുക. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാൻ പറയും. അല്ലെങ്കിൽ പെട്ടെന്ന് അടുത്തുള്ള ഒരാളോട് സംസാരിക്കാൻ പറയും. അവരോട് സംസാരിക്കും, നിങ്ങൾ ഈ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ, ഞാനിങ്ങനെ, അല്ലെങ്കിൽ എന്നെ ആരോ വിളിക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ എന്താണ് ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് മാറുന്ന രീതിയിലുള്ള ടെക്നിക്കുകൾ. പിന്നെ റിയാലിറ്റി ടെസ്റ്റിംഗ് ആണ്. ആ ശബ്ദം എന്താണ് മറ്റുള്ളവരും കേൾക്കുന്നുണ്ടോ, ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്കും കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ എന്നെ സ്പർശിച്ചത് മറ്റുള്ളവർക്കും അനുഭവപ്പെടുന്നുണ്ടോ, മറ്റുള്ള ആരെങ്കിലും സ്പർശിക്കുന്നുണ്ടോ. കാരണം എൻ്റെ ചുറ്റുഭാഗത്ത് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ, ഞാൻ ഇന്ന ശബ്ദം കേൾക്കുന്നു, അല്ലെ എന്നെ ആരോ തൊടുന്നുണ്ട്. അതൊക്കെ മറ്റുള്ള ആളുകൾ ചോദിക്കുക. ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് നിന്നതായിരുന്നു, എന്നെ ആരും തൊട്ട് എനിക്കൊരു അങ്ങനെ ഫീലിങ്സ് വന്നു, നിനക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ശബ്ദം കേട്ട് നിങ്ങൾ അങ്ങനെ കേൾക്കാറുണ്ടോ എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് മറ്റുള്ള ആളുകളോട് ചോദിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജി. പിന്നെ നോർമലൈസേഷൻ ആണ്. നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇത്തരം ശബ്ദങ്ങളൊക്കെ എന്താണ് സാധാരണയായിട്ട് മെൻ്റൽ ഇൽനെസ് സംഭവിക്കുന്ന ആളുകൾ, അനുഭവിക്കുന്ന ആൾ, പ്രത്യേകിച്ച് ഡിപ്രഷന്, അതായത് ഹൈ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ട്രേസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു പ്രയാസങ്ങൾ ഉണ്ടാവുന്നതാണ്. ആ രീതി തിരിച്ചറിയുക എന്നുള്ളത്. പിന്നെ അടുത്തത് അഡ്രസ്സിങ് നെഗറ്റീവ് സിംറ്റംസുകൾ. നെഗറ്റീവ് ചിന്തകൾ എന്താണ് അവർ കൈകാര്യം ചെയ്യാനും അത് തിരിച്ചറിയാനും അവരെ തന്നെ പഠിപ്പിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്ക് ടാസ്ക് ഇൻ സ്മാൾ അച്ചീവബിൾ സ്റ്റെപ്സ്. അവർക്ക് ഏറ്റവും ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ഏൽപ്പിക്കുക. വീട്ടിൽ തന്നെ ആയിരിക്കും, ഇനി പഠനത്തിലാണെങ്കിലും പിന്നെ ഫാമിലി റിലേഷൻഷിപ്പിലാണെങ്കിലും വീട്ടിൽ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് അയാൾക്ക് സന്തോഷം കിട്ടുന്ന പ്ലസൻ്റ് ആക്ടിവിറ്റീസിലൊക്കെ നമ്മളെ കൊണ്ടുപോവുക. പിന്നെ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റീഎൻഫോഴ്സ്മെൻ്റ് ആയിട്ട് കൊടുക്കുക, അപ്രിസിയേഷൻ കൊടുക്കുക. പിന്നെ എപ്പോഴും എന്താണ് മാക്സിമം അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാത്ത രീതിയിലായിരിക്കും. മോട്ടിവേഷൻ കൊടുക്കരുത് അങ്ങനത്തെ ആളുകൾക്ക്. എൻകറേജ്മെൻറ്റ് കൊടുക്കുക. എൻകറേജ്മെൻറ്റ് പറയും മുമ്പിൽ ഒരു ഗോൾ സെറ്റിങ്സ് ഉണ്ടാവണം. ഗോൾ സെറ്റിങ്സ് ഇന്നത് നിങ്ങൾക്ക് ചെയ്യാൻ, നിങ്ങൾ ഇന്നൊരു കാര്യം ചെയ്യാനുണ്ട്, അല്ലെ ഇന്ന കാര്യം നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്, അല്ലെ ഇന്ന ജോലിക്ക് നിങ്ങൾ പോവുകയാണ്. അത് മുന്നിൽ ഒരു ഗോൾസ് മുന്നിൽ വെച്ചിട്ടായിരിക്കണം അവർക്ക് മാക്സിമം ധൈര്യം കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അതിനെ ഡിസിഷൻ എടുക്കാനും നമ്മൾ അവരെ ഇതിൽ കൂടെ പഠിപ്പിക്കുക. പിന്നെ റിലാപ്സ് പ്രിവെൻഷൻ ആണ് ഫൈനലി. അവിടെ പിന്നെ വീണ്ടും ഈ ഒരു അസുഖങ്ങൾ വരുന്ന സമയത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള സിംറ്റംസുകൾ തിരിച്ചറിയുക, ഹലൂസിനേഷൻ തിരിച്ചറിയുക, അതേപോലെ ഡെലൂഷൻസ് തിരിച്ചറിയുക, മറ്റുള്ള തെറ്റായിട്ട് ബിലീഫ്സുകൾ തിരിച്ചറിയുക, നെഗറ്റീവ് ചിന്തകൾ തിരിച്ചറിയുന്ന രീതിയിൽ അവർക്ക്. കാരണം ഈ ഒരു വീണ്ടും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും ഒരേപോലെ അവർ സ്വയം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അവർ സ്വയം കണ്ടെത്തേണ്ടത്. പിന്നെ പ്രാക്ടിക്കലായിട്ട് CBT ടെക്നിക്കുകൾ ഉപയോഗിക്കേണ്ടത് ഇവർക്ക് നിരന്തരമായിട്ട് തോട്ട് റെക്കോർഡുകൾ തന്നെയാണ് അവർക്ക് കൊടുക്കുക. പിന്നെ റിയാലിറ്റി ടെസ്റ്റിംഗ് വർക്ക് ഷീറ്റുകളുണ്ട്. പിന്നെ ബിഹേവിയർ ആക്ടിവേഷൻ വർക്ക് ഷീറ്റുകൾ. അപ്പോൾ അവർക്ക് സ്വയമായിട്ട് ബിഹേവിയറൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ഇന്ന ദിവസം ഞാൻ ഇത് ചെയ്തു, ഇത്ര സമയം ചെയ്തു, അതൊക്കെ സ്വയമായിട്ട് അവർ തന്നെ മാർക്ക് ചെയ്യുന്നത്. പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ആൻഡ് റിലാക്സേഷൻ ടെക്നിക്കുകൾ. സോഷ്യൽ സ്കിൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പൊതുവെ അവർ മറ്റുള്ള ഫ്രണ്ട് സർക്കിളിലെ അവരെ കൂടെ കൊണ്ടുപോവുക, പുറത്തേക്ക് എന്തെങ്കിലും പ്രോഗ്രാമിന് കൊണ്ടുപോവുക, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അവരെ പിന്നെ ആഡ് ചെയ്യുക.
അവരിപ്പോൾ നിലവിൽ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് പതിയെ പതിയെ ഒന്ന് മാറ്റിയെടുക്കുന്ന ഒരു രീതി. പിന്നെ ഇത് എൻഗേജ്മെന്റ് സ്ട്രാറ്റജി ചെക്ക് ലിസ്റ്റ് ഷീറ്റ് ആണ്. ഇത് ഒരു തെറാപ്പിസ്റ്റിനുള്ളതാണ്. തെറാപ്പിസ്റ്റ് മീൻസ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു റാപ്പോ ബിൽഡപ്പ് അവിടെ നടന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ക്ലയൻറ്റുമായിട്ട് ഏറ്റവും രീതിയിൽ കാരണം ക്ലയൻറ്റ് നമ്മൾ പറയുന്നത് പോലെ അനുസരിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സ്വയം ചെയ്യുന്ന ഒന്നാണ്. കാരണം ക്ലയൻറ്റുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക, അതിന് നമ്മൾ സ്വയമായിട്ട് പരിശോധിക്കുക. ഒരു സെഷന് കഴിഞ്ഞ ശേഷം ഞാൻ ആ തെറാപ്പിസ്റ്റുമായിട്ട് അല്ല ക്ലയൻറ്റുമായിട്ട് നല്ല രീതിയിലാണോ സംസാരിച്ചിട്ടുള്ളത്, അയാൾ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റാണിത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ക്ലയൻറ്റിനെ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണോ, സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണോ സംസാരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒച്ചയും ബഹളമൊക്കെ ഉള്ള സ്ഥലത്താണോ, ഏറ്റവും നമ്മുടെ ക്ലിനിക്ക് എവിടെയാണ്, ഓഫീസ് എവിടെയാണ്, അത് അവരുമായിട്ട് ഒന്ന് പിന്നെ കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് എന്താണ്, സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ക്ലയൻറ്റിൻ്റെ താല്പര്യങ്ങളും പിന്നെ അതേപോലെ സൗഹൃദപരമായിട്ടുള്ള ഒരു ഇടപെടലുമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ആ രീതിയിൽ നടത്തുക. അതിനുശേഷം ആയിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കേസ് ഫോർമുലേഷൻ ഒക്കെ എടുക്കാൻ. ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഇത് വായിച്ചു നോക്കി അങ്ങ് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് പൂർണ്ണമായിട്ടും നമ്മളെ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ക്ലയൻറ്റിന് മൈന്യൂട്ടായിട്ട് വരുന്ന ഇമോഷൻസിനെ പോലും നമ്മൾ വിട്ടു കൊടുക്കാൻ പാടില്ല, ശ്രദ്ധ തിരിക്കാൻ പാടില്ല. എല്ലാം ശ്രദ്ധയും ശേഷമായിരിക്കണം നമ്മളൊരു തെറാപ്പി സെഷനിലേക്ക് പോകേണ്ടത്. ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ സാറേ, സ്കിസോഫീനിയ 100% നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. 100% പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് മാനേജ് ചെയ്യുന്നതാണെങ്കിൽ തന്നെ ഏകദേശം പരമാവധി എത്ര ശതമാനം വരെ ഇവർക്ക് മാറ്റം ഉണ്ടാവും? നമ്മൾ ഈ ഒരു മെഡിസിൻ്റെ കൂടെ തന്നെ ഈ ഒരു സൈക്കോ തെറാപ്പി ഉണ്ടെങ്കിൽ 75-80% നമുക്ക് അവരെ നന്നാക്കി കൊണ്ടുപോവാം. നമ്മുടെ എത്രത്തോളം പ്രവർത്തനം അവർക്ക് കൂടെ ഉണ്ട്, അതേപോലെ ഫാമിലി സപ്പോർട്ടാണ്, അവരുടെ ചുറ്റുപാടുള്ള ആളുകളുടെ സപ്പോർട്ട് എത്രത്തോളം അവർക്ക് കിട്ടുന്ന അനുസരിച്ചാണ് ഈ ഒരു പ്രത്യേകിച്ച് ഷിസോഫ്രീനിയക്ക് മാറ്റം ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ ഒരു സിംറ്റംസുകൾ ഡെയിലി ഇങ്ങനെ അധികരിക്കുക എന്നല്ലാണ്ട് കുറയില്ല. നമ്മൾ എന്ത് തെറാപ്പി ആണെങ്കിൽ ചിലപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ചില ക്ലയൻറ്റുകൾ തെറാപ്പി അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ മരുന്ന് അങ്ങോട്ട് നിർത്തിക്കാണും. അപ്പോൾ ആ മരുന്ന് നിർത്തുമ്പോൾ ആ ഇൻറ്റൻസിറ്റി ഹൈ ആയിട്ട് ബാധിക്കും. അപ്പോൾ അത് ബ്രെയിനെ തന്നെ ആൾ തളർത്തുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ തെറാപ്പി എത്ര 20 സെഷൻ കൊടുത്താലും 50 സെഷൻ കൊടുത്താലും ബാധിക്കാത്ത രീതി. പിന്നെ അവർ തെറാപ്പി ഒരിക്കൽ വീണ്ടും മരുന്നിലേക്ക് തന്നെ പോകും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ തുടക്കത്തിൽ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി മരുന്ന് ഒരിക്കലും നിർത്താൻ പാടില്ല. മരുന്ന് നിങ്ങൾക്ക് സ്വയമായിട്ട് ഒരു തോന്നൽ വരും, എനിക്കിനി മരുന്ന് വേണ്ട എന്നുള്ള ആ നിമിഷം വരെ നിങ്ങൾ കാത്തിരിക്കണം. അല്ലാണ്ട് പെട്ടെന്ന് ഈ തെറാപ്പി തുടങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ നിർത്താൻ പാടില്ല എന്ന്. മെഡിസിൻ ലൈഫ് ലോങ് ആവശ്യം വരും. ചിലപ്പോൾ ലൈഫ് ലോങ് ആവശ്യം വരും ചില കേസുകളിലൊക്കെ. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ചില കേസുകളിൽ അവർക്ക് സ്വയം തോന്നുകയാണ് എനിക്കിനി മരുന്ന് വേണ്ട, തെറാപ്പി ഞാൻ ഏകദേശം ഓക്കെയാണ്, തൽക്കാലം അത് കുറേ കഴിഞ്ഞ ശേഷം, തുടക്കത്തിലൊന്നല്ല, കുറേ കഴിഞ്ഞ ശേഷം ആൾ പറയുകയാണ് എനിക്കിനി മരുന്ന് വേണ്ട. അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കുക, ഒന്ന് ഡോക്ടറുമായിട്ട് സംസാരിക്കുക, ഡോക്ടർ എന്താണ് പറയുന്നത് അതനുസരിച്ച് നമുക്ക് മരുന്ന് നിർത്താം. അപ്പം നിർത്തുന്ന ഈ പ്രശ്നങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഉപയോഗിക്കേണ്ട, പക്ഷെ അതിന് മുമ്പ് ഒന്ന് ഡോക്ടറുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം ആയിരിക്കും നിങ്ങളത് നിർത്തേണ്ടത് എന്ന് നമ്മളൊരു അഡ്വൈസ് അവർക്ക് കൊടുക്കും. ഓക്കെ സർ, പറയും. ഇപ്പൊ നമ്മൾ സ്കീസോന് മെയിൻ ആയിട്ട് പറയാറ് ഹാലുസിനേഷൻ ഡെലൂഷൻ ആണ്. പക്ഷെ കോഗ്നിറ്റീവ് എബിലിറ്റീസിൽ എഫക്റ്റ് ചെയ്യുന്നത് ആണോ മെയിൻ? മീൻസ് ഹാലുസിനേഷൻ ഡെലൂഷൻ അവര് പറയണില്ല, പക്ഷെ കോഗ്നിറ്റീവ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒരാൾ ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തണം. അതെ. അപ്പോ അതിന് പറയൂ, പൂർണ്ണമായി പറയൂ. അല്ല, ഹാലുസിനേഷൻ ഡെലൂഷൻ ഒന്നും പറയണില്ല, അങ്ങനത്തെ ഒരു സിംറ്റംസും വരണില്ല ഇപ്പൊ ഒരു കേസ് കേട്ട് നോക്കുമ്പോ. അപ്പൊ ഈ വെറും കോഗ്നിറ്റീവ് എബിലിറ്റീസിനെ എഫക്ട് ചെയ്യണം, ഡെയിലി ചോയ്സ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തണ ആരെങ്കിലും ഒരാൾ വേണം, പുഷ് ചെയ്യണം. അപ്പൊ ഈ പിന്നെ ഡെലൂഷൻസും ഹലൂസിനേഷനും ഇല്ലാത്ത കേസുകൾക്ക് അവർക്ക് തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളായിരിക്കും കൂടുതൽ. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊരാളെ സഹായം വേണം, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ അങ്ങനെ ആ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളാണ് നമ്മൾ മാറ്റേണ്ടത്.
ആ വിശ്വാസങ്ങൾക്ക് റിയാലിറ്റി ടെസ്റ്റിംഗ് നടത്തുക. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വിശ്വാസങ്ങൾ, എന്തെങ്കിലും മുമ്പ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് അവരെ കൊണ്ടുപോവുക. എല്ലാവർക്കും ഓക്കെ. ഇപ്പോൾ ഹലൂസിനേഷൻ ഡെലൂഷൻ ഉണ്ടായിക്കോളണമെന്നില്ലല്ലോ. ചിലർക്ക് ഹലൂസിനേഷൻ ഉണ്ടാവും, ഡെലൂഷൻ ഉണ്ടാവില്ല. ചില പറഞ്ഞതുപോലെ ഒന്നും ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഹലൂസിനേഷൻ മാത്രമേ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ അത് കേൾക്കുന്നു, എനിക്കൊരു ജീവിതത്തിൽ ഒരു സ്വൈര്യമില്ല, സമാധാനമില്ല, കിടന്നാൽ എൻ്റെ ചുറ്റുപാട് ശബ്ദങ്ങൾ മാത്രമാണ് കേൾക്കുന്നത്. ഇപ്പം നേരത്തെ ഒരു കേസ് ഞാൻ പറഞ്ഞില്ലേ, അവർ ശരീരത്തിൽ എറുമ്പ്, പൂർണ്ണമായിട്ടും എറുമ്പ് വന്ന് കടിക്കുന്നത് പോലെ ഒരു ഹലൂസിനേഷനാണ്, ഡെലൂഷൻസ് ആണ് അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കാരണം പലതരക്കും പലതരത്തിലുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഉപയോഗിക്കുന്ന സമയത്ത് റിയാലിറ്റി ടെസ്റ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഈ പറഞ്ഞ കേസിൽ ചിലപ്പോൾ കോർ ബിലീഫുകൾ കൂടുതലായിരിക്കും. ആ കോർ ബിലീഫ് ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ ഓക്കെ ആവാൻ മതി. ഓക്കെ സർ. ഇപ്പൊ വന്നൊരു കേസ്, ഒരു കുട്ടിയുടെയാണ് 10ാം ക്ലാസ്സിലെ. ആ അപ്പോ ആ അവൾക്ക് പിന്നെ അവള് സ്കൂളിൽ പോകുന്നുണ്ട്, പക്ഷെ അതൊന്നും അവൾക്ക് ഓർമ്മയില്ല. അവള് ആ പറയുന്ന സ്കൂൾക്ക് പോകുമ്പോ എന്നെ ആരോ സ്കൂളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, അവിടെ ഒരു കുട്ടികളും ഇല്ല, ടീച്ചറും ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷെ ഡെയിലി ഇവള് പോകുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് പറയുന്നത് ഇവള് ഉറങ്ങാണ് ക്ലാസ്സിൽ എന്ന് പറയും. പക്ഷെ ഇവളറിയണ ഞാൻ ആരും കാണുന്നില്ല, പിന്നെ കേൾക്കുന്നില്ല. 10ാം ക്ലാസ്സിൽ എത്തിയിട്ടും ക്ലാസ് എടുക്കാതിരിക്കുക. നല്ല പഠിക്കുന്ന കുട്ടിയാണ് അവള്. അപ്പൊ ഇപ്പൊ പെട്ടെന്നായതാണ്. ഇപ്പൊ 10th ടെൻഷൻ വന്നിട്ട് അങ്ങനെയാണ്. 10th പാസ്സാവില്ലേ, ഡോക്ടർ ആവണം എന്നൊക്കെ ഉള്ള ചിന്തയാണ്. അപ്പോ ആ പിന്നെ ഇത് പറഞ്ഞാലും പറയാ, അല്ല ഞാൻ കാണുന്നില്ല, നിങ്ങൾക്ക് എന്താ കണ്ണടത്ത, നമ്മളെത്ര പറഞ്ഞു കൊടുത്താലും അവള് വിശ്വസിക്കണില്ല. അവിടെ ആ ആളില്ല. ടീച്ചേഴ്സ് സംസാരിച്ചാൽ അവൾക്ക് കേൾക്കുന്നില്ല. അവളറിയാം, ഇല്ല അവരെന്നെ പറ്റിക്കാണ്, ഫ്രണ്ട്സ് ആളൊക്കെ വേറെ സ്കൂൾക്ക് പോയിട്ടുണ്ട്, ഞാൻ ഒറ്റക്കുള്ളൂ, എല്ലാരും ഇന്നെ ഇഷ്ടമില്ലായിട്ട് പോയതാണ് എന്നാ പറയുന്നത്. അപ്പൊ ആ ഒരു കേസിൽ എങ്ങനെയാവും നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യണ്ടേ? മരുന്ന് കുടിക്കുന്നുണ്ട്, ഇപ്പോൾ മെഡിസിൻ ഇപ്പൊ എടുക്കുന്നുണ്ട്, മെഡിസിൻ ആ എടുത്തോണ്ടിരിക്കുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചിലപ്പോൾ അവിടെ കുട്ടിക്ക് വരുന്ന ചിന്താഗതി സാധാരണ കൺഫ്യൂസ്ഡ് ഓർ ഡിസ്ഓർഗനൈസ്ഡ് തിങ്കിങ് എന്ന് പറഞ്ഞൊരു പാറ്റേൺ സാധാരണ ഇങ്ങനത്തെ കേസുകൾ വരാറുണ്ട്. കാരണം ചിലപ്പോൾ കുട്ടിക്ക് അവിടെ മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ ഞാൻ ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്, മറ്റുള്ള ആളുകൾ കുട്ടിക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഈ ഒരു അറ്റൻഷൻ കിട്ടാത്ത പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ കുട്ടിക്ക് ഒരു ഹലൂസിനേഷനായിട്ട് സാധാരണ ഇങ്ങനത്തെ വരാറുള്ളത്. അപ്പോൾ അപ്പോൾ ഇവിടെ ചിലപ്പോൾ അവിടെ ഈ ഒരു കുട്ടിയുമായിട്ടുള്ള ബന്ധങ്ങൾ, സോഷ്യൽ വിഡ്രോവലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുട്ടിക്ക് മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള ഇടപഴകൽ എങ്ങനെയാണ്. ചിലപ്പോൾ കുട്ടിക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി താല്പര്യം ഒഴിവാക്കിയതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് കുട്ടിയുടെ ഹിസ്റ്ററിയിൽ ഉണ്ടോ എന്ന് നോക്കുക. കുട്ടി എങ്ങനെയാണ് മറ്റുള്ള കുട്ടികളുമായിട്ട് ഇടപഴകുന്നത്, അതായത് സോഷ്യൽ ഹിസ്റ്ററി എങ്ങനെയാണ്. ആ സോഷ്യൽ ഹിസ്റ്ററി ചിലപ്പോൾ ഒരു ആങ്സൈറ്റി ആയിട്ട്, അത് ചിലപ്പോൾ കുട്ടി ആ സേഫ്റ്റി ബിഹേവിയർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തൽക്കാലം ഞാൻ ആരെയും കാണുന്നില്ല, അത് പതിയെ പതിയെ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രെയിൻ സിസ്റ്റത്തിനെ ബാധിച്ചിട്ടുണ്ടാവണം. അതാണ് ഇപ്പോൾ കുട്ടി പറയുന്നുണ്ടാവും, ഇനി ഞാൻ ആരെയും കാണില്ല, സ്കൂൾ വിട്ടുള്ള കുട്ടികളൊക്കെ പോയി എന്നുള്ളത്. കാരണം നല്ലൊരു മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ മരുന്ന് നിർത്തേണ്ട, അതിൻ്റെ കൂടെ നല്ല കുട്ടിയുമായിട്ട് നല്ലൊരു കൗൺസിലിംഗ് സെഷനുകൾ നടത്തുക. കാരണം ഒരു ചൈൽഡ്ഹുഡിലെ ഷിസോഫ്രീനിയ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ആ കുട്ടിക്ക് മുമ്പ് എന്തെങ്കിലും വേറെ അസുഖങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ടോ നോക്കുക. സാധാരണ കോമോർബിഡിറ്റി എന്ന് പറയാറില്ലേ, അല്ലെങ്കിൽ ഒരു ഓട്ടിസം, പിന്നെ അതേപോലെ മുമ്പ് കാണുന്ന സെവർ ആങ്സൈറ്റി, ഇതൊക്കെ മുമ്പ് ഉണ്ടായിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ പതിയെ പതിയെ ഒരു ഷിസോഫ്രീനിയയിലൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു കേസിൽ. ഇത് കുട്ടിക്ക് കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, പക്ഷെ പാരന്റിന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഡിപ്രഷൻ, ആ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ആ പാരന്റിനും ഇതേപോലെ സ്കിസോഫ്രീനിയന്റെ ലക്ഷണങ്ങളായിരുന്നു ആ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവള് വീട്ടിലെത്തുമ്പോ ഇവൾക്ക് അവളോട് ആരോടോ സംസാരിക്കണ പോലെ തോന്നുന്നുണ്ട്, ആരൊക്കെ വന്ന് അവളെ ഉപദ്രവിക്കാണ്. പിന്നെ ആ അവള് മുസ്ലിം ആയിട്ട് അവളെ കാഫിറാക്കാണ്, അവളോട് പിന്നെ ഓളെ മതം മാറ്റി എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. വീട്ടിലെത്തിയ അങ്ങനെ കാണും, പക്ഷെ സ്കൂളിലെത്തിയ ആരും കാണുന്നില്ല എന്നും പറയും. അങ്ങനെയാണ്. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ അവളോടൊന്നും മിണ്ടണില്ല. അപ്പൊ നോട്ടൊന്നും ഒന്നും എഴുതാൻ കഴിയുന്നില്ല അവൾക്ക്. അപ്പൊ അവള് നോട്ടൊന്നും എഴുതിയിട്ടില്ല. ഒരു 10ാം ക്ലാസ്സിലെ കുട്ടീനെ എങ്ങനെയാണോ സ്കൂളുകാര് പഠിപ്പിക്കാന്നൊക്കെ ചോദിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവളെ ആരോ കൊല്ലാൻ വരുന്നുണ്ട്, പിന്നെ ആരോ കാഫിറാക്കിയതാണ് പറയും വീട്ടിലെത്തി. അപ്പൊ ഉമ്മ പറയില്ല, എന്റെ തോന്നലാണെന്ന് പറയുമ്പോ, ഇല്ല നിങ്ങൾക്ക് എന്താ കാണുന്നില്ലേ, അവരിത് ഇവിടെ നിക്കണെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പറയാറ്. ഇതിൽ കുട്ടീൻ്റെ ഇപ്പോൾ ഒരു നല്ലൊരു ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എടുക്കേണ്ടി വരും. അതിൽ കുട്ടീൻ്റെ IQ ടെസ്റ്റ് എടുക്കുക.
അതേപോലെ ഡെവലപ്മെന്റൽ അസസ്മെന്റ് എടുക്കുക. അതിൻ്റെ കൂടെ ബിഹേവിയർ ഒബ്സർവേഷൻ ടെസ്റ്റുകളുണ്ട്. ഇത് നല്ലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ചെയ്തോളും. അവരോട് പറയുക 3 ടെസ്റ്റുകളും നടത്തണമെന്ന്. അപ്പോൾ ആ നടത്തിച്ചപ്പോൾ ഒന്ന് മോട്ടിവേഷൻ്റെ കുറവായിരിക്കും, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പ്രയാസങ്ങൾ അവിടെ ഉണ്ടാവും. പിന്നെ അതേപോലെ സിസ്റ്റമാറ്റിക് നമുക്കൊരു എക്സ്പോഷർ തെറാപ്പി കുട്ടിക്ക് കൊടുക്കേണ്ടി വരും, പതിയെ പതിയെ സോഷ്യൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നല്ലൊരു ക്ലിനിക്കൽ എക്സാമിനേഷൻ കുട്ടിയുടെ കാര്യത്തിൽ എടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്കത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. വേറെന്തൊക്കെയാ ചോദിക്കാണ്ട് ചോദിക്കാം, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എല്ലാം ക്ലിയർ അല്ലേ? ഹലോ ഉം. സർ, പറയൂ. ഗുഡ് ഈവനിങ് സർ. പറയൂ. എൻ്റെ പേര് ഗുഡ്. സുഖിയാണ്. ആ ഞാൻ ഡൽഹിയിൽ നിന്നാണ് സർ. പറയൂ. ഞാനിവിടെ ഞാനിപ്പം ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആ ഫാമിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ സാർ ആ എനിക്ക് അറിയേണ്ടത്, സാർ അന്ന് അബുദാബിയിൽ ഒരു ഇത് പറഞ്ഞില്ലായിരുന്നു സാർ, 3 മാസത്തെ ആ അതിന്റെ യെസ്. അഡ്രസ് ഒന്ന് കിട്ടുമോ സാർ? ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സാറിന്. അങ്ങ് തന്നിട്ടില്ല. ആഹാ, ഇല്ല ഇല്ല സാർ. ആ, പിന്നെ ഞാനേ എനിക്ക് 5-6 പേര് മെസ്സേജ് അയച്ചിരുന്നു. 5-6 ആ പേർക്ക് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ആ നിങ്ങളൊന്ന് ഒന്ന് മെസ്സേജ് റിപ്പീറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന്റെ ഓക്കെ ഡീറ്റെയിൽസ് ഓക്കെ അയച്ചു സാർ. തരാം. പിന്നെ വേറൊരു ഇത് സാർ, ഒരു ആ. അവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ DHA വേണമെന്ന് ഇങ്ങനെ പറയണുണ്ട് സാർ. അതിന് DHAയുടെ എക്സാം കൊടുക്കണമെന്നുണ്ട്. അതും ഇതാണോ സാർ? DHA എന്ന് പറയും നമ്മൾ ഗവൺമെന്റ് ജോലി കയറണമെങ്കിലോ നിർബന്ധമുള്ളൂ. ആ അതല്ല, നിങ്ങൾക്ക് DHA ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ DHA ആ കയറ്റി ആ കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് കിട്ടാൻ സാധ്യതകളുണ്ട്. പിന്നെ പ്രൈവറ്റ് ഫേമിലൊന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓ, അവർ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് ഇല്ല അല്ലേ? സ്വീകരിക്കുന്നതനുസരിച്ച് നമ്മൾ അവർക്ക് നോക്കും. ഓ, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് സാർ ഇന്ത്യ എന്നുള്ളതാണെങ്കിൽ കൊടുക്കേണ്ടത്? DHAയിലൊക്കെ നോക്കുകയാണെങ്കിൽ എക്സാം എഴുതാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലെ സ്കില്ലുകളാണ് ഓക്കെ. എവിടെയാണെങ്കിലും നമ്മൾ നോക്കുക. നമ്മുടെ ആ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എത്രത്തോളം ഉണ്ട്, അപ്പോൾ അവർ തരുന്ന ടാസ്കുകൾ ആ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നുണ്ടോ, അതൊക്കെ ആയിരിക്കും നമുക്ക് തുടക്കത്തിൽ കിട്ടുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. നമുക്ക് പിന്നെ ആ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ടി വരില്ല. സാർ, ഞാൻ ഓങ്കോ സൈക്കോളജി ആണ് സാർ കൂടുതലും പ്രിഫർ ഉം. ചെയ്യുന്നത്. ഇപ്പം സ്റ്റാർട്ട് ആ ചെയ്തത് ഒരു വെൽനസ് ഇതിലാണ്. പക്ഷേ ആ ഓങ്കോ സൈക്കോളജിയിലോട്ട് ആക്ച്വലി ഞാൻ ഇൻഷുറൻസിൽ ആണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ആ ഒരു ടൈം കിട്ടുന്നില്ല പോകാനുള്ള. ഹോസ്പിറ്റൽ ആ ഫീൽഡിൽ നിന്നുള്ള ആളാണ്. അതെ. അപ്പൊ ഓങ്കോ സൈക്കോളജി ആണെങ്കിൽ സാർ എന്ത് അഡ്വൈസ് ആയിരിക്കും സാർ എനിക്ക് സാറിന് തരാൻ പറ്റുന്ന ഒന്ന് ആ ഇപ്പോൾ ഫീൽഡിൽ? നിങ്ങൾക്ക് എന്തിനോടാണ് ഇത് താല്പര്യമുള്ളത്, അതിനോട് തന്നെയാണ് താല്പര്യമുള്ളത്. ഓങ്കോ സൈക്കോളജിയാണ് സാർ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു ക്വാളിഫിക്കേഷൻ? ഓങ്കോ സൈക്കോളജിയിൽ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. ആ ക്ലിനിക്കൽ സൈക്കോളജി ഇവിടെ ഇഗ്നോന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആ MA ക്ലിനിക്കൽ സൈക്കോളജി, അത് കഴിഞ്ഞിട്ട് ഓങ്കോ സൈക്കോളജിയിൽ ഒരു ചെറിയ കോഴ്സ് ആ ആണ് ചെയ്തത്. അതെ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ഒന്ന് പറയാനുള്ളത്, പിന്നെ ആ, അതിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളത്. കേസുകൾ ആ, വന്നാലും എങ്ങനെയാണ് ഉം, കൊടുക്കേണ്ടതും അതിൻ്റെ അസസ്മെന്റും കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ആ, ആ. കാരണം അത്രയും ആളുകളായിരിക്കുമല്ലോ നമ്മുടെ അടുത്ത് വരിക അതെ കേസുകൾ. അതെ അതെ. ഒന്നുകിൽ ക്യാൻസർ പേഷ്യന്റ്, അല്ലെങ്കിൽ കീമോതെറാപ്പി കഴിഞ്ഞിട്ടുള്ള ആളുകൾ, ആ, അവരൊക്കെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ആ, അപ്പോൾ അവരൊന്ന് മെന്റലി ആയിട്ട് നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ, അവർക്ക് ഉം, എക്സ്പോഷർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്, പ്രാക്ടിക്കൽ ഓക്കെ. എക്സ്പോഷർ. ആ, കാരണം നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ വർക്ക് ഷീറ്റുകൾ കൊടുത്തിട്ടല്ല, ആ, നമ്മൾ അവരെ കൂടെ നിന്നിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് അവരെ മനസ്സിലേക്ക്, ഇപ്പോൾ ഒരു അച്ഛനാവാം, നമ്മൾ കുട്ടിയാവാം, അവരെ കൂടെ ആ, നിൽക്കുക എന്നുള്ളതാണ്. ആ ഓക്കെ. മെന്റൽ സപ്പോർട്ടിലൂടെയാണ് അവർക്കൊരു പിന്നെന്താണ് ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർവെൻഷൻ നടക്കേണ്ടത്. ആ, അതിൽ നിങ്ങൾ നല്ലൊരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ഉം, സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അതേ എനിക്ക് ഓക്കെ പറയാനുള്ളൂ നിങ്ങൾക്ക് അതിലെ ആ ഒറ്റ ഓക്കെ. കാര്യത്തിൽ. താങ്ക് യു സാർ. മാക്സിമം ലാംഗ്വേജ് ബേസ്, മലയാളമെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ്, ഏത് ആ, ഭാഷയും നമ്മൾ ഒരാളോട് സംസാരിക്കാനുള്ള ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ. പിന്നെ അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ് മറ്റുള്ള ആളുകളിലേക്ക് ഇറങ്ങി പോകുന്നത്, സ്നേഹമായിട്ടും ഒരു സപ്പോർട്ടായിട്ടും. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു, വെൽക്കം. ഇനി എന്തെങ്കിലും?
ഓക്കെ, നമുക്കെന്നാല് അടുത്ത ആഴ്ച കാണാം പുതിയൊരു ടോപ്പിക്കുമായിട്ട്. താങ്ക് യു. ഗുഡ് സർ നൈറ്റ്. പറയൂ. സർ ഈ തെറാപ്പീസ് ഒക്കെ നമ്മൾ ഇന്റേൺഷിപ്പ് പോയാണോ പ്രധാനമായിട്ടും പഠിക്കുന്നത്? അത് എങ്ങനെയാണ് ശരിക്കും? ഇന്റേൺഷിപ്പ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തെറാപ്പി കൊടുക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ പഠിക്കുക. പക്ഷെങ്കിൽ ചിലപ്പോൾ അത് ഏതൊക്കെ തെറാപ്പീസ് ആണ് ചിലപ്പോൾ അവർ ചോദിക്കണം നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട്. ചിലപ്പോൾ ഇന്റേൺഷിപ്പ് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഡിസോർഡറും കാര്യങ്ങളും കുറച്ച് ഇന്റർവെൻഷൻ കാണിച്ചു തരുന്ന ആളുകളുണ്ട്. തെറാപ്പി ആയിട്ട് ഇങ്ങനെ ഡീപ്പായിട്ട് പഠിക്കുന്ന പലരൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ക്യാഷും കൊടുക്കേണ്ടി വരും. പക്ഷെ നമുക്ക് എന്താണ് ഇങ്ങനത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ ഐഫറിൽ അതെ. ഒരു 6 മാസം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വിമ്പിൾ അക്കാദമി തന്നെ നമ്മുടെ അതേപോലെ കൊടുക്കും. പിന്നെ കോഗ്നിറ്റീവ് തെറാപ്പി ആ ഉണ്ടല്ലോ, ആ അതും ആ അത് നമ്മൾ അങ്ങനെ പറഞ്ഞോളൂ. അല്ല അത് ഇപ്പൊ ഈ വിൻബിളിൽ തന്നെ നമ്മൾ കിട്ടുന്ന കോഴ്സസ് നമുക്ക് ഇനഫ് ആണോ? നമുക്കൊരു ഞാനങ്ങ് ഓ ചോദിക്കുകയാണ്. അതെ അതെ, അത് മതി നിങ്ങൾക്ക്. ആ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 160 to 163 നമ്മുടെ ചുറ്റുപാട് തെറാപ്പികളുണ്ട്. അപ്പോൾ ഓക്കെ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ സുഭാൻ സാറിൻ്റെ അതിൻ്റെ ലിസ്റ്റ് ഒന്ന് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ പേഴ്സണലായിട്ട് അയച്ചുതരാം. ഓക്കെ. അപ്പോൾ സാർ ഈ അതിനകത്ത് ഒരു ഒരു കാര്യം ആ കൂടെ, ആ ലിസ്റ്റ് ആ അയക്കുമ്പോഴേ സ്പെസിഫിക് ആയിട്ട് ഒരു 15 തെറാപ്പീസ് നമ്മൾ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞല്ലോ പ്രധാനമായിട്ടും. ആ അതും അതെ, കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് തരണേ. ആയിക്കോട്ടെ, ഞാൻ മറക്കില്ല. അപ്പോൾ അശ്വതി പറഞ്ഞതുപോലെ നമുക്ക് ഏകദേശം അറൗണ്ട് നമ്മുടെ ചുറ്റുപാട് 162 165ഓളം തെറാപ്പികൾ നമുക്ക് ഇവിടെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 10 എണ്ണത്തിൻ്റെ നോളജോ 15 നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് സർ നോളജ് നമുക്ക് എല്ലാത്തിലും വേണം. പക്ഷെങ്കിൽ ഉപയോഗിക്കേണ്ട നിരന്തരമായിട്ട് 1 2 തെറാപ്പി തന്നെ ഓരോ സെഷനിലും ഏത് ക്ലയൻറ്റിനും നമുക്ക് ഒരു തെറാപ്പി തന്നെ യൂസ് ചെയ്ത് തുടങ്ങുക. പിന്നെ ചില ആവശ്യങ്ങൾ വരുന്നത് നമ്മൾ കൗൺസിലിങ്ങിൽ 2 അപ്രോച്ചുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് എക്ലറ്റിക് അപ്രോച്ചും അതേപോലെ രണ്ടാമത് ഇൻ്റഗ്രേറ്റഡ് കൾച്ചറൽ അപ്രോച്ചാണ്. എക്ലറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ CBT ആണ് കൊടുക്കുന്നതെങ്കിൽ CBT മാത്രമാണ് നമ്മൾ കൊടുക്കുക. അതേപോലെ ഇൻ്റർഗ്രേറ്റഡ് കൾച്ചറലിലേക്ക് പോകുന്ന സമയത്ത് പല തെറാപ്പികൾ, ഇപ്പോൾ CBT ചില സാഹചര്യങ്ങളിൽ DBTൻ്റെ ഡിയർമാൻ ടെക്നിക്ക് ഉപയോഗിക്കേണ്ടി വരും. അതേപോലെ ഡിയർമാന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ DBTക്ക് വേണ്ടി തോട്ട് റെക്കോർഡ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ പല തെറാപ്പികളിൽ നിന്നും കുറച്ച് എല്ലാ സാധനങ്ങളും എടുക്കുന്നതാണ് ഇൻ്റർഗ്രേറ്റഡ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മറ്റുള്ള തെറാപ്പിയിൽ കുറച്ചൊരു അവയർനെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറയും. കാരണം ചില പല കേസുകളും തന്നെ ഇയാൾക്ക് ഇന്ന തെറാപ്പി കൊടുക്കാം, പക്ഷേ ടൂൾസ് അതിൽ നിന്ന് എടുക്കേണ്ടി വരും, നമ്മളെ തോട്ട് അങ്ങോട്ട് പോകണം. ആ രീതിയിൽ നമ്മൾ ഏത് ഓക്കെ കേസ് വരികയാണെങ്കിലും തെറാപ്പി അങ്ങോട്ട് കൊണ്ടുപോകരുത്. കേസ് നമുക്ക് കിട്ടിയ കേസ് നമ്മൾ പഠിച്ചിട്ടുള്ള തെറാപ്പിയിലേക്ക് എങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇതിപ്പോൾ കേസ് ഇപ്പോൾ ഏത് തെറാപ്പി എടുക്കും അങ്ങനെ ആലോചിച്ചിരുന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും, നമുക്ക് ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അവിടേക്ക് അങ്ങനെ പോകണ്ട. നമ്മൾ പഠിച്ച തെറാപ്പിയിലൂടെ ഈ ഒരു ടൂൾ നമ്മൾ കയ്യിലുള്ള ആക്ടിവിറ്റിയും വർക്ക് ഷീറ്റും ഉപയോഗിച്ച് ക്ലയൻറ്റിന് എന്ത് ചെയ്തു കൊടുക്കാമെന്ന് സ്വയം തീരുമാനിക്കുക. അപ്പോൾ ഒരു ഓക്കെ സർ. ടെൻഷനും കാര്യം വരില്ല. സാർ DBT എടുക്കുന്നുണ്ടോ ഇതില്? ഉണ്ട്. DPTയുടെ ഒരു 5-6 സെഷൻ നമ്മൾ കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ അടുത്ത ബാച്ച് അക്കാദമി ഷെഡ്യൂൾ ചെയ്യും, ഗ്രൂപ്പിൽ വരും ഏതായാലും. ഓക്കെ സർ. ഓക്കെ. ഓക്കെ സർ, സൺഡേ കാണാം. സൺഡേ വരുന്നുണ്ടല്ലേ? UAE-ലുള്ളവരൊക്കെ വന്നോളൂട്ടോ. നമുക്ക് ചെറിയൊരു ഗെറ്റ് ടുഗദർ പാർട്ടി ഉണ്ട് ഇവിടെ വരുന്ന സൺഡേ. ഓക്കെ സർ. അപ്പൊ ഓക്കെ. അതില് എന്തോ ഇത് എടുക്കണ്ടല്ലേ? ചെറിയൊരു സെഷൻ പോലെ നമുക്കൊരു കൗൺസിലിംഗ് അപ്രോച്ചും കാര്യങ്ങളൊക്കെ ഒരു അരമണിക്കൂർ നമുക്ക് പിരിയാൻ അവിടെ കൂടാനുള്ളത് എന്തെങ്കിലും സബ്ജക്റ്റ് വേണ്ടേ, അതിനുള്ളത് മാത്രം. ഓക്കെ സർ. ഓക്കെ, അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് താങ്ക് യു വീക്ക് സർ. കാണാം. താങ്ക് യു. താങ്ക് യു.